അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സ്വഹാബ, ആദ്യഘട്ടങ്ങളിലെല്ലാം മനുഷ്യന്മാർ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പൊ നേരം വഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയായാ പറ്റില്ല. നമുക്ക് നിസ്കാരത്തിന്റെ ടൈം അറിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരേണ്ടതുണ്ട് സ്വഹാബ. ആ സമയത്തിലാണ് മഹാനാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്തിലാണ് സ്വഹാബത്തിന്റെ ഇടയിൽ ചർച്ച വരുന്നത്. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ആ സമയത്തിൽ നമുക്ക് പതാക ഉയർത്തിക്കൂടെ നബിയേ? ആദ്യത്തെ ചർച്ച അതാണ്, പതാക ഉയർത്തിക്കൂടെ നബിയേ. എന്നാൽ ഹദീസിലുള്ളത് ഇങ്ങനെയാണ്, പതാക ഉയർത്തുക എന്നൊരു സ്വഹാബി വര്യനോട് പറഞ്ഞപ്പോ ഹബീബ നബി തങ്ങളുടെ മുഖത്തിന്റെ കളർ മാറുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ അത് അത്ഭുതപ്പെടുത്താതെ അതിനെ വളരെ പ്രയാസത്തോടുകൂടെ റസൂൽ പറയുകയാണ്, ആ അഭിപ്രായം എനിക്ക് യോജിപ്പില്ല. കൊടി പതാക ഉയർത്തിയേ വേണ്ട. സുബ്ഹാനല്ലാഹ്, ആദ്യം വന്നൊരു ചർച്ച ആയതുകൊണ്ട് നമുക്ക് പതാക ഉയർത്തി കാണാന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ എന്തേക്കും അവസ്ഥ? ഓരോ വക്തിലും മയ്യത്ത് നിസ്കാരം ഉണ്ടാകുന്നു, ആ പതാക ഉയർത്താൻ പറ്റില്ല, ഇത് വേണം, അത് വേണ്ട, ഇത് വേണം. നബി തങ്ങൾ അത് അത്ഭുതപ്പെടുത്തിയിട്ടേ ഇല്ല. ചില സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നമുക്ക് കൊയല വിളിച്ചാലോ യാ റസൂലല്ലാഹ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, അത് ജൂതന്മാരുടെ അടയാളമാണ്. ചില സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമുക്ക് മണി അടിച്ചാലോ നബിയേ? ടം 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 എന്നുള്ള മണി അടിച്ചാലോ? നബി തങ്ങൾ പറഞ്ഞതും വേണ്ടത് ക്രിസ്ത്യാനികളുടെ ശൈലിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചർച്ചകളെല്ലാം ഒരു ഭാഗത്തെത്താൻ കഴിയാതെ പിരിഞ്ഞു പോകുകയാണ്. മനസ്സിലായിട്ടില്ലേ? ഇതിൽ ഈ കാര്യം വെച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ദീനിയായ വിഷയങ്ങളിൽ മുഷാവറ ചെയ്യൽ വളരെ ശക്തിയായ സുന്നത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട്. മനസ്സിലായിട്ടില്ലേ? എന്നാൽ ആ ചർച്ചയിൽ നേരം 11 മണിയായി. 11 മണിയായപ്പോൾ ചർച്ച എവിടെ എത്താതായപ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ, 11 മണിയായി, ചർച്ച എവിടെ എത്തിയിട്ടില്ല, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നോക്കി, ഞങ്ങൾക്ക് വേറെ ആയിട്ടൊരു പണിയുണ്ട്. ഓൽക്ക് പോവണ്ടവർക്ക് പോവാം. യോജിച്ച തീരുമാനമെത്തിയാലേ ചർച്ച അവസാനിപ്പിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ചർച്ച നാളത്തേക്ക് മാറ്റിവെക്കാം. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, തീരുമാനത്തിലെത്തിയിട്ടില്ല, നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ്, നബി തങ്ങൾ പള്ളിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എവിടെ നിൽക്കണേ നബിയേ? ഇന്നലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിൽ എന്നോട് ആരോ ഒരാൾ ചില കലിമത്തുകൾ പറഞ്ഞു തന്നു യാ റസൂലല്ലാഹ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ സ്വപ്നത്തിൽ കണ്ടതല്ല. അങ്ങനെ ചിന്തിക്കരുത്. സ്വപ്നത്തിലല്ല കണ്ടത്, ആ ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിൽ ഞാൻ ചില കലിമത്തുകൾ കേട്ടിട്ടുണ്ട്. അതായത് എന്താണെന്നറിയോ? അതെങ്ങനെ വെച്ചാല്, ചില സഹോദരിമാരൊക്കെ ചിലപ്പോൾ ചില സഹോദരിമാരോട് നമ്മൾ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്തിൽ ഓരോടെന്തെങ്കിലും ഒന്ന് ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ചിട്ട് അവർ നമ്മൾ തിരിച്ചു വരുമ്പോ, നിങ്ങൾ രാവിലെ എന്തോന്ന് പറഞ്ഞില്ലേ ഇനിയെന്ന്? ആ ഉണ്ടേനടി, ചെയ്തോ? എനിക്ക് വലിയായിട്ട് മനസ്സിലായില്ല, നിങ്ങൾ എന്തോ പറഞ്ഞ് കുറച്ച് കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ? ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിൽ ഉണർന്നിട്ടുണ്ടോ? ഉണർന്നിട്ടുണ്ട്. ഉണർന്നിട്ടില്ലേ? ഇല്ല. അതിന്റെ ഇടയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളോട് ആരോ ഇത് പറഞ്ഞു കൊടുത്തത്. റസൂൽ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളെ, എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം? എങ്ങനെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാത്ത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ഒന്നുകൂടി മനസ്സിലാക്കണേ, ആ ബാങ്കിൽ സുബഹിന്റെ സമയത്തിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞോളി അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ കണ്ടിട്ടില്ല. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ അന്നത്തെ ആ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടിട്ടില്ല. പിന്നെ അതെങ്ങനെ കടത്തിക്കൂട്ടിയത്? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്.
അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ ഓടി വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഇങ്ങനെ ഒരു കലിമത്ത് കേട്ടിട്ടുണ്ട്. ഉടനെ തന്നെ റസൂൽ വിളിക്കുകയാണ്, കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. നല്ല ശബ്ദമുള്ള ആളാണ് ബിലാൽ, നല്ല ശബ്ദമുള്ള ആളാ ബിലാൽ റളിയല്ലാഹു അൻഹു. അതാണ് ബാങ്ക് വിളിക്കുന്ന ആള് നല്ല ശബ്ദമുണ്ടാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4000 രൂപ ശമ്പളമുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ പറ്റൂല. എത്ര രൂപ ശമ്പളാണെങ്കിലും ഉറക്കനെ കൊടുക്കാൻ സാധിക്കണം. നല്ല ശബ്ദമുള്ള ആളെയാണ് ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കേണ്ടത്. 3 ആളുകളെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കരുതെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകളെ ബാങ്ക് വിളിപ്പിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തത് ചെറിയ മക്കളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ. ചെറിയ മക്കളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കാൻ പാടില്ല. ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്നാണ് ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ചെറിയ മക്കളെ കൊണ്ടും അതുപോലെ തന്നെ തമ്മാടികളെ കൊണ്ടും ബാങ്ക് വിളിപ്പിക്കാൻ പാടില്ല. 3-ാമത്തെ ആള് അശുദ്ധിക്കാരനും ബാങ്ക് വിളിക്കാൻ പാടില്ല. അശുദ്ധിക്കാരനും ബാങ്ക് വിളിക്കാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് wudu എടുത്തിട്ട് ബാങ്ക് വിളിക്കണം. മനസ്സിലായിട്ടില്ലേ? അല്ലാഹു ഖൈർ നൽകട്ടെ. അപ്പം ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് നല്ല ശബ്ദമുണ്ടാകണം, എഴുന്നേറ്റ് നിൽക്കണം. ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഫർളാണെന്നല്ല. ഫർളില്ല, എഴുന്നേറ്റ് നിൽക്കൽ എന്തേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലേ? സുന്നത്തേ ഉള്ളൂ. ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് വളരെ ശക്തിയായ സുന്നത്താണ്. എഴുന്നേറ്റ് നിൽക്കുക, ഖിബലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ബിലാലിനോട്, ബിലാലേ എഴുന്നേറ്റ് നിൽക്ക്. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളോട് പറയുകയാണ്, നീ ബിലാലിനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ബിലാൽ ഒരു ഉയരമുള്ള സ്ഥലത്തിൽ കയറി നിന്നു. ഇന്നും മദീനയിൽ ബാങ്ക് വിളിക്കുന്നത് ഒരു ഉയരമുള്ള സ്ഥലത്തിൽ കയറിയിട്ടാണ്. മദീന കണ്ടവരൊക്കെ ഒന്ന് കൈവന്തിച്ചാണ്. ആ റൗദയിലൊക്കെ പോയവര് അല്ലേ? ബാങ്ക് വിളിക്കുന്ന കെട്ടിടം കണ്ടിട്ടില്ലേ? ഒരു ഇതുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കുറെ മൈക്കൊക്കെ വെച്ചിട്ട്. അൽഹംദുലില്ലാഹ്, ബിലാൽ തങ്ങൾ ഉയരമുള്ള സ്ഥലത്തിൽ കയറി നിൽക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നല്ല ശബ്ദമുയർത്തിയിട്ട് ബാങ്ക് വിളിക്കുകയാണ്. ആദ്യത്തെ ബാങ്ക് അങ്ങനെയാണ്. എന്നാൽ ആ ബാങ്ക് തന്നെയാണ് ളുഹറിന് കൊടുത്തത്, അത് തന്നെയാണ് അസ്റിന് കൊടുത്തത്, അത് തന്നെയാണ് മഗ്രിബിന് കൊടുത്തത്, അത് തന്നെയാണ് ഇശാഇനും കൊടുത്തത്. ഇതേ ബാങ്ക് തന്നെയാണ് സുബ്ഹ് നിസ്കാരത്തിനും കൊടുത്തിരുന്നത്. ഏത്? ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് തന്നെ സുബഹിക്കും കൊടുത്തിരുന്നത്. പിന്നെ എന്ന് മുതലാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം വന്നിട്ടുള്ളത്? നോക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലോട്ട് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറി വരികയാണ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾക്ക് 2 ബാങ്കുകാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ബിലാൽ തങ്ങളാണ്, രണ്ടാമത്തത് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവാണ്. ഈ 2 ബാങ്കുകാരായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണ് കാണാത്ത സ്വഹാബി വരൻ തഹജ്ജുദിനാണ് ബാങ്ക് വിളിക്കാറുള്ളത്. എന്നാൽ സുബ്ഹ് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കാറുള്ളത് മഹാനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലോട്ട് നോക്കുമ്പോ പുണ്യ നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. പതിവ് അങ്ങനല്ല. പതിവ് റസൂലുള്ള തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ നബി തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല. അന്ന് റസൂൽ ഉറങ്ങിക്കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബിലാൽ തങ്ങൾ ചിന്തിക്കാണ്, നബി തങ്ങൾ പഠിച്ചോനെ ഉറങ്ങിയോ? നബി തങ്ങളെ വിളിക്കാൻ ബിലാൽ തങ്ങൾക്കൊരു പ്രയാസം തോന്നിപ്പോയി. ഇനി സഹോദരന്മാരെ, നാളെ സുബഹി നിസ്കാരത്തിന്റെ പെമ്പറന്നോള് എന്നെ വിളിക്കുമ്പോ പെണ്ണിനോട് പറയാൻ നിൽക്കണ്ട, മുണ്ടാൻ നിൽക്കടി അവിടുന്ന്. നബി തങ്ങൾ വരെ സുബഹിക്ക് ഉറങ്ങി നിന്നല്ല മൊയിലാരിക്ക് വയലറിന് കേട്ടില്ലേ?
എന്റെ പ്രിയപ്പെട്ട സഹോദര, അത് ഉറങ്ങിയതല്ല, ബിലാലിന് പിടച്ചു പോയതാണ്. ബിലാലിന്റെ ഇജ്തിഹാദിൽ പിടച്ചു പോയതാണ്. കാരണം എന്തെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു കരുതിയത് റസൂലുള്ള ഉറങ്ങിക്കിടക്കുകയാണെന്നാണ്. അല്ല, നബിത്തങ്ങൾ അന്നത്തെ രാത്രിയിൽ യാത്ര കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. നബിത്തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് ആയിഷാന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹാ. നബിത്തങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. നബിത്തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം ഫറളായിരുന്നു, നമുക്ക് സുന്നത്താണ്. മുസ്തഫ നബിത്തങ്ങൾക്ക് അത് ഫറളാണ്. സുബ്ഹാനല്ലാഹ്, തഹജ്ജുദിന്റെ ഫളായിലുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ നബിത്തങ്ങൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് തല കാണും വിധത്തിൽ റസൂൽ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങളുടെ കണ്ണ് പൂട്ടിയിട്ടുണ്ട്, നബിത്തങ്ങളുടെ ഖൽബ് ഉറങ്ങിയിട്ടില്ല. അത് നബിത്തങ്ങളുടെ ഒരു അത്ഭുതമാണ്. നബിത്തങ്ങൾക്കെല്ലാം കേൾക്കാം. പക്ഷെ ബിലാൽ തങ്ങൾ കരുതിയത് റസൂലുള്ളാഹി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ബിലാൽ അന്നത്തെ ദിവസം സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ എല്ലാ ദിവസവും ഉയർത്തുന്ന ശബ്ദത്തിനേക്കാൾ ഉയർത്തിയിട്ട് ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നബി തങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ നോക്കണേ, ഖിബലക്ക് നേരെ ബാങ്ക് വിളിക്കുമ്പോ നബി തങ്ങളുടെ വീട് കിടക്കുന്നത് ഇടത്തെ ഭാഗത്തിലാണ്, അല്ലേ? അതായത് റൗളയിൽ ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്ന നബിത്തങ്ങളുടെ വീട് കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലാണ് നബിത്തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബിത്തങ്ങളുടെ വീട് ഏത് ഭാഗത്താണ്? ഇടത്തെ ഭാഗത്തിലാണ്. അപ്പം ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ ഇടത്തെ ഭാഗത്തിലാണ് റസൂൽ കിടക്കുന്നത്. അങ്ങനെ ബിലാൽ ബാങ്ക് കൊടുത്തു ഹയ്യ അലൽ ഫലാഹ്, വലത്തെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുക തന്നെയാണ്. നബിതങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് റളിയല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബിതങ്ങൾ ആ ബാങ്കിന് മുഴുവനും ജവാബ് പറയുന്നുണ്ട്. ബിലാൽ തങ്ങൾ കരുതി അപ്പൊ നബി ഉറങ്ങാണെന്നാണ്. വീണ്ടും ഹയ്യ അലൽ ഫലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പോഴും നബി തങ്ങൾ ഉറങ്ങുന്നതായി ബിലാലിന് തോന്നുകയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു കലിമത്ത് കേട്ടപ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, സദഖ്ത ബിലാൽ, ബിലാലേ, മുഹമ്മദ് ഉറങ്ങിയിട്ടില്ല ബിലാൽ, നീ പറഞ്ഞത് സത്യമാണ് ബിലാലേ, സത്യമാണ് ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ നായകർ ആയിഷാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മദീനത്തെ പള്ളിയിലോട്ട് ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് ബിലാൽ തങ്ങളുടെ ബാങ്ക് അവസാനിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിലാൽ തങ്ങളുടെ ബാങ്ക് അവസാനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കറുകറുത്ത ബിലാലിനെ കെട്ടിയങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ബിലാലിനോട് പറയുന്നു, ബിലാലേ, ഇന്ന് മുതൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ ഇതുവരെ ഇല്ലാത്ത ഈ ഒരു കലിമത്തുണ്ടല്ലോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന കലിമാത്തുകൾ ഉണ്ടല്ലോ, അതിന് ഇന്നത്തെ സമയം മുതൽ സുബഹിന്റെ ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ നീ പറയണം ബിലാൽ. തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദിന് ബാങ്ക് വിളിക്കുമ്പോൾ പോലും അസ്സലാത്തു ഖൈറും മിനൻ നൗം സുന്നത്തില്ല. തഹജ്ജുദ് ബാങ്ക് വിളിക്കുമ്പോൾ, കാരണം അതിൽ ഹബീബ നബി തങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞത് ഇന്നു മുതൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയണം. അപ്പോൾ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലായിരുന്നു തല. കാരണം നബി തങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്, സന്തോഷം കൊണ്ട്. അപ്പൊ ബിലാൽ തങ്ങൾ പറയാൻ, ഞാൻ ഹബീബ നബി തങ്ങളോട് അപ്പം തന്നെ ചോദിച്ചു, നബിയേ, ഇശാഇന്നും പറഞ്ഞോട്ടെ യാ റസൂലല്ലാഹ്. ബിലാൽ തങ്ങൾക്ക് ഇശാഇന്നും പറയണമെന്ന ആഗ്രഹം കുറെ കാലായിട്ടുണ്ട്. എന്ത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, ബിലാലേ, ആ സമയത്തിൽ പറയാൻ പാടില്ല. അപ്പോഴാണ് ബിലാൽ തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഹബീബ നബിയേ,
നേരെ ഇവിടെ ഉണ്ടാകുമ്പോ ആരും ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്ന നേരത്തിൽ ഉറങ്ങാറില്ല. അങ്ങ് ഇവിടെ ഇല്ലാതിരുന്നാൽ ഇശാഖ് ബാങ്ക് വിളിക്കുമ്പോ അധിക പേരും ഉറങ്ങാറുണ്ട് യാ റസൂലല്ലാഹ്. അപ്പയാണ് സഹോദരിമാരെ ഈ ഹദീസ് നബി തങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, ബിലാലേ ആ സമയത്തിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ജൂതന്മാരുടെ അടയാളമാണ്. അങ്ങനെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഉറങ്ങുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് അല്ലാഹു ഐശ്വര്യത്തിനെ റഹ്മത്തിനെ എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ചെറിയ മക്കളെ പോലും ഉറക്കാൻ പാടില്ല. ചെറിയ മക്കളെ പോലും ഉറക്കാൻ പാടില്ല ആ ടൈമിന്. പഴയ കാലത്തൊക്കെ നോക്കണേ, പഴയ കാലത്തൊക്കെ ഉമ്മമാര് മഗ്രിബിന്റെ ടൈം ആകുമ്പോ മക്കളൊക്കെ കുളിപ്പിച്ച് വല്ലാതെ കരയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാലൊക്കെ കൊടുത്തിട്ട് തൊട്ടിലേലിട്ടിട്ട് ഇങ്ങനെ താരാട്ട് വാടി ഉറക്കുമ്പോ വല്യമ്മമാര് പറയും, ഈ മൂന്തിയപ്പിന് ഉറക്കല്ലെണ്ണിയോ അതിനെ. ഞങ്ങളെ മലപ്പുറം ഭാഗത്തേക്ക് അങ്ങനെ പറയും. മനസ്സിലായിട്ടില്ല, അതിനെ ഉറക്കല്ലെണ്ണിയോ ഈ മൂന്തിയപ്പിന്. മനസ്സിലായിട്ടില്ല. ആ നേരത്തിൽ ഉറങ്ങരുതെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ആ ടൈമിനാണ് ബിലാലേ ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ടു കൊടുത്തത്. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിനാണ് ആദം നബിയുടെ ദോഷത്തിന് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തത്. അപ്പയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മഗ്രിബിന്റെ ബാങ്ക് എന്ന് പറയുന്നത് ആദം നബിയുടെ പാപം പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നബിയെ, ആ ടൈമിന് എനിക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളുണ്ടല്ലോ നബിയെ, സകലമാന ദോഷങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്, എല്ലാം പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ യാ റസൂലല്ലാഹ്. ആ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നോ? ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തിനാ ഞാൻ ഇത് എഴുതിയതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇൻഷാ അല്ലാഹ് പറയാം ഓരോ ദിക്റുകൾ. ഇന്നിപ്പോ ഓരോരുത്തർ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സങ്കടങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ഇടയിൽ അതിനൊക്കെ പാകപ്പെടുന്ന ചില ഹദീസുകളിൽ നിന്നും ധരിക്കുന്ന ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധനം ഇത്രേ ഉള്ളൂ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങിക്കൊണ്ടുപോകാം. ഇപ്പോഴല്ല, സമാപനത്തിൽ ഇൻഷാ അല്ലാഹ് അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർക്കാമേ പറഞ്ഞു, പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലിംനി കലാമൻ നഖൂൽ ഇൻദ അദാനിൽ മഗ്രിബ്. നബിയേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണല്ലോ. ആ സമയത്തിൽ എന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടാൻ പാകപ്പെടുന്ന എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ യാ റസൂലല്ലാഹ്. അപ്പോൾ നബി തങ്ങൾ ഉമ്മു സലമയോട് പറയുകയാണ്, ഉമ്മു സലമ ഖൂലി, നീ പറയണേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ നീ പറയണേ എന്തിനെ, അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആഇക ഫഗ്ഫിർ ലീ. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിന് എന്റെ ഉമ്മമാരെ മറന്നു പോകല്ലേ. നാളെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലുകളുടെ മുമ്പിൽ ഇരിക്കല്ല ഉമ്മമാരെ, സംസാരങ്ങളുടെ ഇടയിലോട്ട് നിൽക്കല്ലേ. ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈമാൻ അവർക്ക് ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നാളത്തെ മഗ്രിബിന്റെ ബാങ്കിനെ നീ കാതോർത്ത് നിൽക്കണം ഉമ്മമാരെ. നാളത്തെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈം. കാരണം ഇത് നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവാം. കണ്ണുകൊണ്ട് ഹറാമുകൾ കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് ഹറാമുകൾ കേട്ടിട്ടുണ്ട്, നാവുകൊണ്ട് ഹറാമുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം പൊരുത്തപ്പെടാൻ എന്റെ ഉമ്മമാരെ മറക്കരുത്. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനാണ് ഈ ദുആഇനെ ദുആ ചെയ്യേണ്ടത്.
അതിനാണ് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി ഉറക്കെ വരട്ടെ ഉറക്കെ അലീം. അങ്ങനെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കാൻ സൂര്യൻ പരിപൂർണമായി അസ്തമിക്കുമ്പോ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇമാം മുഅദ്ദിൻ അവറുകൾ മൈക്കിനൊരു മുട്ടലും ആ സമയം പിശാചുക്കൾക്ക് ഏറ്റവും ദേഷ്യമുള്ള സമയമാണ് മഗ്രിബിന്റെ ടൈം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ ദോഷമൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ്, ആ സമയത്തിൽ അങ്ങാടിയിൽ ഭയങ്കര കച്ചറയാണ്. കാരണം പിശാചുക്കൾ മുഴുവനായി ഈ ടൈമിന് ഓടി രക്ഷപ്പെടുമെന്ന് അവർക്ക് വല്ലാതെ കരയും, അവര് വല്ലാതെ പ്രയാസപ്പെടും ആ ടൈമിന്. ആ ടൈം ആദം നബിയുടെ പാപം പോലും പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണ്. മൈക്കിനിങ്ങനെ മുട്ടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹോദരിമാരെ, ഇതങ്ങ് കേൾക്കുമ്പോ ഇന്നലെ ഉസ്താദ് അവറുകൾ വഅദിന് പറഞ്ഞ ആ ദുആ ഞാൻ നടത്തട്ടെ. ഉമ്മു സലമയോട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറു നഹാരിക വഅസ്വാതു ദുആയിക ഫഗ്ഫിർലി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിലുള്ള ദോഷങ്ങൾ പടച്ചോൻ പൊരുത്തപ്പെടുമെന്നാണ്. നിങ്ങൾ നാളെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ഈ ദുആന്ന് നോക്കേണ്ടി. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേക കുളിർമയായിരിക്കും. അല്ലാഹു കുളിർമ നൽകുമാറാകട്ടെ. ആമീൻ പറ. പടച്ചോനെ കുളിർമ നൽകണേ അല്ലാഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? എങ്ങനെയാണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന ഹാദാ, ഈ ടൈം ഉണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇത് ഇഖ്ബാലു ലൈലിക, രാത്രിയുടെ ആഗമനമാണല്ലോ, രാത്രി തുടങ്ങുകയാണല്ലോ, വൈദ്ബാറു നഹാരിക, പകലിന്റെ അവസാനവുമാണല്ലോ. പകൽ അവസാനിക്കുകയാണ്, രാത്രി തുടങ്ങുകയാണ്. ആ ടൈമിനൊരു ബാങ്ക്, ആ ടൈമിനൊരു നിസ്കാരത്തിന്റെ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ പകൽ തുടങ്ങുകയും രാത്രി അവസാനിക്കുകയും ചെയ്യുന്ന സമയത്തിൽ എന്തില്ല? നിസ്കാരമില്ല. കാരണം സൂര്യോദയ സമയത്തിൽ നിസ്കാരമില്ലല്ലോ. എന്നാൽ സഹോദര, മഗ്രിബിന്റെ ബാങ്ക് പകൽ അവസാനിക്കുകയാണ്, രാത്രി കടന്നു വരികയാണ്. അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറു നഹാരിക, പകലിന്റെ അവസാനമാണ്, രാത്രിയുടെ തുടക്കമാണ്. വഅസ്വാതു ദുആയിക, നിന്നോട് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാര്, നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാര് നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്ന, പാപമോചനത്തിന് തേടുന്ന സമയമാണല്ലോ. ഈ സമയത്തിൽ സാധുവായ കക്കാടിലുള്ള ഈ സഹോദരി നിന്നോട് ചോദിക്കുകയാണ്, ഫഗ്ഫിർലി, എന്റെ പാപത്തിനെയും നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. പടച്ചവനങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോരാ, നബി തങ്ങൾ പറയുകയാണ്, അങ്ങനെ നീ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ നീ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഏതാണ് ആ ദിക്ർ എന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയേണ്ട വാക്കങ്ങനെയാണ്. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു وأن محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالإسلام دينا.
എന്ന കലിമത്തിനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാതെ അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയില്ല എന്ന് മാത്രമല്ല, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചതും മഹാനാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാണ്. ഈ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. മുസ്ലിമിൽ വന്നിട്ടുണ്ട്. വഅൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളിതു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂലൻ വ ബിൽ ഇസ്ലാമി ദീനൻ ഗുഫിറ ലഹു ദംബുഹു. അവന്റെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. പടച്ചോൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇല്ല ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പകർത്തുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി തമ്മ എന്ന വിശുദ്ധമായ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയും കൂടെ ആരെങ്കിലും നടത്തിയാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല والفضيلة وابعثه مقاما محمودا الذي وعدت എന്ന വിശുദ്ധമായ ആ ബാങ്കിന് ശേഷമുള്ള ദുആയുണ്ടല്ലോ, ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ. നാളെ മഹ്ശറാവൻ സഭയിലോട്ട് കോടാനിക്കോടി വരുന്ന മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് കക്ഷങ്ങൾ രോമങ്ങളെല്ലാം മടങ്ങി വരുന്ന കോടതിയാണ്. അതൊരു വല്ലാത്ത കോടതിയാണ്. ഖബറിൽ നിന്ന് മനുഷ്യന്മാരെല്ലാവരും എഴുന്നേൽക്കുന്ന സമയം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആരുടെയും ശരീരത്തിൽ കുപ്പായമില്ല, മാക്സില്ല, ഫർദയില്ല, കക്ഷങ്ങളിൽ രോമങ്ങളെല്ലാം എത്ര രോമമാണോ നമ്മൾ വടിച്ചു കളഞ്ഞത്, എത്ര രോമമാണോ നമ്മൾ പറിച്ചു കളഞ്ഞത്, എല്ലാ രോമവും മടങ്ങി വരുന്ന കോടതിയാണ്. സുബ്ഹാനല്ലാഹ്. തലയുടെ മുടികളെല്ലാം എത്രയാണോ നമ്മൾ വെട്ടിക്കളഞ്ഞത്, എത്രയാണോ കൊടിഞ്ഞു പോയത്, എല്ലാം മടങ്ങി വരുന്ന കോടതിയാണ്. മീശരോമം എത്രയാണോ വെട്ടിക്കളഞ്ഞത്, എത്ര രോമമാണോ നാം വടിച്ചു കളഞ്ഞത്, എല്ലാ രോമവും മടങ്ങി വരുന്ന കോടതിയാണ്. താടിയുടെ രോമം എത്രയാണോ നമ്മൾ വടിച്ചു കളഞ്ഞത്, എത്രയാണോ നമ്മൾ വെട്ടിക്കളഞ്ഞത്, എല്ലാം മടങ്ങി വരുന്ന കോടതിയാണ്. സുബ്ഹാനല്ലാഹ്. ലക്ഷക്കണക്കിന് കോടാനിക്കോടിക്കണക്കിന് മനുഷ്യന്മാരെല്ലാവരും സംഗമിക്കുമ്പോ അതിന്റെ പിന്നിലായി നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച മറ്റൊരു വർഗമായ ജിന്ന് വിഭാഗങ്ങളാണ്. അതിന്റെ ബാക്കിൽ വരുന്നത് മലക്കുകളാണ്. എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറാവൻ സഭയിൽ ഒരു ചാണകല സൂര്യൻ ഉദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് മനുഷ്യന്മാരെല്ലാവരും വിയർപ്പിൽ മുങ്ങിയും പൊങ്ങിയും കളിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ മഹ്ശറ എന്ന കോടതിയിൽ ഒരാൾക്ക് മാത്രമാണ് ഹിസാബില്ലാത്തത്. ഒരാൾക്ക് മാത്രം ഹിസാബില്ല. അയാള് നേരെ ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ അയാള് മഹ്ശറ എന്ന കോടതിയിലൂടെ കടന്നുപോയി മലക്കുകളുടെ ഇടയിലൂടെ അയാൾ അല്ലാഹുവിന്റെ മുമ്പിലൂടെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നുപോയി അയാള് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സ്വർഗത്തിലോട്ട് കടക്കുന്നതാണ്. അയാൾക്ക് മഹ്ശറയിൽ താമസമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും മഹ്ശറയിൽ താമസമുണ്ട്. വർഷങ്ങളുടെ വൈദൂരമുള്ള വല്ലാത്തൊരു കോടതിയാണ് ആ കോടതി. ആ കോടതിയിൽ ഒരാൾക്ക് മാത്രമാണ് ആ കോടതിയിൽ നിൽക്കണ്ടാത്തത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അതാരാണ് യാ റസൂലല്ലാഹ്? അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, അതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങൾക്ക് നാളെ മഹ്ശറയില്ല, ഒരു ഹിസാബും ഇല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക്
അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കോലം ഇങ്ങനെയാണ്, മെലിഞ്ഞ ശരീരമാണ്. ഹംസിയ കിതാബ് പറയുന്നു, മെലിഞ്ഞ ശരീരമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കോലം. വെളുത്ത നിറമാണ്, കഴുത്ത് നീളമുള്ള കഴുത്താണ്, വിശാലമായ നെറ്റിയുടെ ഉടമയാണ്, കണ്ണ് കുഴിയിലേക്ക് ഇറങ്ങിയ കണ്ണുകളാണ്, കവിൾത്തടം മുട്ടിയതാണ്, മൂട്ടിൽ താടിയുള്ള സ്വഹാബി വരനാണ്. ഇവിടെ താടി വരാറില്ല. വല്ലാത്ത വിനയമുള്ള സ്വഹാബിയാണ്, ആരോടും സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന സ്വഹാബിയാണ്, വലിയ കച്ചവടക്കാരനാണ്. അവസാനം ഫഖീറായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ സ്വഹാബി വര്യനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങൾക്ക് മാത്രമാണ് നാളെ മഹ്ശർ എന്ന കോടതിയിൽ ഹിസാബില്ലാത്തത്. ആ മഹ്ശർ എന്ന കോടതിയിലോട്ട് കോടാനിക്കോടി വരുന്ന ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ ഈ വിഭാഗം മനുഷ്യന്മാര് കടന്നു വന്നാൽ അവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബേജാറാവണ്ട. ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ്മ എന്നുള്ള ദുആഇനെ പതിവാക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ഭംഗിയോടുകൂടി ആ ദുആഇനെ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മിണിങ്ങേനല്ല. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ്മ رب هذه الدعوة التامة إلا الكريم اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته എന്നുള്ള വിശുദ്ധമായ ദുആ നടത്തിയാൽ ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, അവനിക്ക് എൻ്റെ ശഫാഅത്ത് ഉണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിനാണ് മഹാനാകുന്ന അഹ്മദ് ഹുമൈദ് തങ്ങളുടെ മകനായ അബ്ദുൽ മുഖ്തദിറിന്റെ മകനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ലോകത്തിലോട്ട് ജനിച്ചു വീഴുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മാസവും ശ്രേഷ്ഠതയുള്ളതാണ്, സമയവും ശ്രേഷ്ഠതയുള്ളതാണ്, രാവും ശ്രേഷ്ഠതയുള്ളതാണ്, ടൈമും ശ്രേഷ്ഠതയുള്ള ടൈമാണ്. ആ സമയത്തിലാണ് അബൂ യാക്കൂബ് എന്ന കുഞ്ഞുമോൻ ഭൂമി ലോകത്തിലോട്ട് വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ്. ഈ നിസ്കാരത്തിൽ ആത്മാർത്ഥത ലഭിക്കാൻ രണ്ട് കാര്യം പറഞ്ഞു തരാനുള്ള മഹാനല്ലേ, അദ്ദേഹം ജനിച്ച ടൈമാണ് ഞാൻ പറഞ്ഞത്. ആ ടൈമിന് ജനിച്ച മഹാന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ 7ാമത്തെ വയസ്സെത്തിയപ്പോ ആ കുഞ്ഞുമോനെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. മാതാവ് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു ഉസ്താദിന്റെ അരികിലേക്ക്, നോക്കണേ, ഒരു ഉസ്താദിന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു മാതാവ്. സുബ്ഹാനല്ലാഹ്, 58 ദിവസം കഴിഞ്ഞപ്പോ ആ ഉസ്താദ് മകനെയുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നു വരികയാണ്. ഓതാൻ കൊണ്ടാക്കി ഖുർആനോത്ത് പഠിപ്പിക്കാൻ ഈ അബൂ യാക്കൂബ് എന്ന ഈ കുഞ്ഞുമോനെ, വാപ്പല്ലാത്ത കുട്ടീനെ ഓതാൻ കൊണ്ടയാക്കി 58 ദിവസം കഴിഞ്ഞപ്പോണ്ട് ആ കുട്ടീനായിട്ട് ഉസ്താദ് ഇങ്ങോട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മച്ചി ബേജാറാകുകയാണ്. ഉമ്മ ചോദിച്ചു, ഉസ്താദേ എന്താണ് എന്റെ മകൻ കുരുത്തക്കേട് ഒപ്പിച്ചോ? എന്റെ മകൻ വല്ല കുരുത്തക്കേടും ഒപ്പിച്ചോ? ഉസ്താദ് പറയുകയാണ്, നിങ്ങളുടെ മകൻ ഖുർആൻ പഠിപ്പിക്കാനല്ലേ എന്റെ അരികിലേക്ക് പറഞ്ഞയച്ചത്? അതെ, ഇവൻ ഖുർആൻ മുഴുവനായി പഠിച്ചിട്ടുണ്ട്. 58 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയത് ഞാൻ പറയുന്നത് അത്രയും അപാരമായ ബുദ്ധിയുടെ ഉടമയാണ് മഹാനാകുന്ന അബൂ യാക്കൂബ്. നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് അബൂ യാക്കൂബ്. അങ്ങനെ 58 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാടാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ കുഞ്ഞുമോന്റെ മാതാവ് വേഗം ഈ കുഞ്ഞുമോനെയുമായി ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയൊരു മഹാനുണ്ട്. ആ മഹാനവറുകളുടെ അരികിൽ ചെന്നുകൊണ്ട് എന്റെ മകന് കിതാബ് ഓതാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. കിതാബ് ഓതാൻ വേണ്ടിയിട്ട്, കിതാബ് ഓതി കൊടുക്കാൻ വേണ്ടി ഒരു പ്രഗത്ഭനായ ഒരു ഉസ്താദിന്റെ അരികിലേക്ക് ഈ കുഞ്ഞു മകനെ കൊണ്ടുപോയാക്കി. കാരണം നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഈ കുട്ടിക്കൊന്ന് കിതാബ് ഓതി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഈ മകൻ എന്ത് ചെയ്തു? കിതാബ് ഓതാൻ വേണ്ടി പറഞ്ഞയച്ചു ഉസ്താദിന്റെ അരികിലേക്ക്. ആ ഉസ്താദ് 2 കൊല്ലം കഴിഞ്ഞപ്പോ ആ കുട്ടിനായിട്ട് വീട്ടിൽ തന്നെ മടങ്ങി വരികയാണ്.
9ാമത്തെ വയസ്സാണ് അബൂ യാക്കൂബ് തങ്ങൾക്ക്. ആ കുഞ്ഞിനെ മടക്കി കൊണ്ടുവന്നപ്പോ സുബ്ഹാനല്ലാഹ് ഉസ്താദ് അവറുകളോട് ഉസ്താദിനോട് ചോദിക്കുകയാണ്, എന്താണ് എന്റെ മകൻ ചെയ്ത തെറ്റെന്താണ്? ആ സമയത്തിലാണ് മകനോട് ഉസ്താദ് അവറുകൾ പറയുന്നത്, ഉസ്താദ് ഉമ്മയോട് പറയുന്നത്, എന്റെ അരികിലേക്ക് നിങ്ങൾ എന്റെ ഇൽമ പഠിക്കാനല്ല പറഞ്ഞയച്ചത്, എന്റെ അരികിലുള്ള 2 വർഷം കൊണ്ട് എന്റെ കയ്യിലുള്ള സകലമാന അറിവുകളും ഈ മകൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് മാതാവിനോട് ഉസ്താദ് പറഞ്ഞയച്ചപ്പോ ആ ഉമ്മച്ചി ചെയ്ത പണി എന്താണെന്നറിയോ? ആ നാട്ടിലുള്ള 2ാമത്തെ ഉസ്താദിന്റെ അരികിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഓത്ത് കഴിഞ്ഞിട്ടില്ല, 2 കൊല്ലം കൊണ്ട് ഓത്ത് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു വിട്ടു. 8 ഉസ്താദുമാരുടെ അരികിൽ കിതാബോത്ത് നടത്തുകയാണ് മഹാനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു. 8 പ്രഗൽഭരായ ഉസ്താദുമാരുടെ അരികിൽ കിതാബോതി. എത്ര കൊല്ലം എന്നറിയോ? 23 കൊല്ലം. 23 കൊല്ലം കിതാബോതി അഹ്മദ് ഹുമൈദിന്റെ മകൻ അബ്ദുൽ മുഖ്തദിറിന്റെ മകൻ അബൂ യാക്കൂബ്. 23 കൊല്ലം, അതായത് 30ാമത്തെ വയസ്സ് വരെ. 30ാമത്തെ വയസ്സ് വരെ കിതാബോതി. അങ്ങനെ കിതാബൊക്കെ ഓതി കഴിഞ്ഞപ്പോ പിന്നെ ഈ മകനിക്ക് തോന്നി, ഞാൻ ഇത്ര കാലം കിതാബോതിയിലെ ഈ കിതാബോത്ത് ഞാൻ നിർത്തുകയാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കിതാബുകളെല്ലാം മടക്കി കെട്ടിയിട്ട് ഈ മകൻ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ ഉമ്മയിൽ നിന്ന് പിരിഞ്ഞു നിന്നിട്ടുണ്ട്. അങ്ങനെ അവസാന സമയത്തിൽ 30ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കാണാൻ, തന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ അരികിൽ താമസിക്കാൻ മഹാനാകുന്ന അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ആ ഉമ്മച്ചിയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് തന്റെ വീട്ടിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ് ആ വീട്ടിൽ തന്റെ മാതാവിനെ കാണാനില്ല. അയൽവാസിയായ ഒരു കളവത്തിയായ ഉമ്മാമയോട് ചോദിച്ചു, അല്ല ഉമ്മാമ, ഈ വീട്ടിൽ ഒരു ഉമ്മയുണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? ഉമ്മാമ ചോദിച്ചു, മോനെ നീ ആരാൻ? കാരണം അത്രയും കൊല്ലായി ഓതാൻ പോയിട്ട്, അത്രയും കൊല്ലായി കിതാബ് ഓതാൻ പോയിട്ട്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ കിതാബ് ഓതാൻ പോയാൽ ആഴ്ചയിൽ ലീവാണ്. ചേർത്തും പറഞ്ഞ ചോദിക്കാണ്, കുട്ടിക്ക് എന്നൊക്കെ ലീവ് ഉള്ളത് അല്ലേ? ആഴ്ചയിൽ ലീവാണ്. അതുപോലെ തന്നെ എവിടെ സൽക്കാരുണ്ടോ കുട്ടികളെ കിട്ടണം. ഉസ്താദേ ഒന്ന് വിടൂ എന്റെ മോനെ. എന്തേ? എന്റെ എളാമന്റെ പിന്നെ പൊരന്റെ അടുത്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തുള്ള മൂത്താപ്പാന്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അകന്ന ബന്ധു, അതിന്റെ കല്യാണം ഉണ്ട്, വിടുവോ? സുബ്ഹാനല്ലാഹ്, ഓതി പഠിക്കുന്ന മക്കൾ ഒരിക്കലും ലീവിന് കൊണ്ടുപോകരുത്. അതൊരു നല്ല കാര്യമല്ല. മനസ്സിലായിട്ടില്ല? മഹാനായ അബൂ യാക്കൂബ് തങ്ങൾ 30 കൊല്ലം കിതാബ് ഓതി വന്നു ഉമ്മയുടെ അരികിൽ. ആ മകൻ പറഞ്ഞു, ഞാൻ ഈ ഉമ്മയുടെ മകനാണ്. അപ്പയാണ് ഉമ്മാമ പറയുന്നത്, നിങ്ങളുടെ മാതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, താങ്ങാൻ കഴിയുന്നില്ല വിഷമം. അപ്പയാണ് കിതാബുകളെല്ലാം ഒരു ഭാഗത്തെടുത്ത് വെച്ചിട്ട് തന്റെ പിതാവും പിതാവിന്റെ പിതാവും ചെയ്തൊരു കാര്യമുണ്ട്. ഇറാഖിന്റെ മരുഭൂമിയുടെ നടുഭാഗത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ പേരാണ് ജബലുൻ നബാത്ത്. ആ പർവ്വതത്തിന്റെ പേരാണ് ജബലുൻ നബാത്ത്. വല്ലാത്ത കാടുള്ള പർവ്വതമാണ്. അതിലേക്ക് ഇടജന്തുക്കളും പിടിമൃഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വലിയ കൊടും കാട് നിറഞ്ഞ കാടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിലേക്ക് ജനങ്ങളാരും താമസിക്കാൻ പോകാറില്ല. ആ ഗുഹയുടെ മുകളിൽ വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹ ഏതെന്നറിയോ? മഹാനാകുന്ന അബൂ യാക്കൂബിന്റെ പിതാവ് അഹ്മദ് ഹുമൈദ് തങ്ങളും അവരുടെ പിതാവ് അബ്ദുൽ മുഖ്തദിറും അവരുടെ പിതാവ് അബൂ യാക്കൂബും അഹ്മദ് ഹുമൈദും റിയാദിലിരുന്ന സ്ഥലമാണ്. ഒറ്റക്കിരുന്നു കൊണ്ട് ആരാധന നടത്തിയ സ്ഥലമാണ് ഈ ഗുഹ. അതായത് ഇറാഖിന്റെ മരുഭൂമിയിൽ നടുഭാഗത്തിൽ ഒരു വിശാലമായ ഒരു പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഗുഹ, ആ ഗുഹയുടെ ഉള്ളിലിരുന്ന് ഒറ്റക്കിരുന്ന് ആരാധന നടത്തുക. അതിനേക്കാണ് റിയാള എന്ന് പറയുക. ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാം. അങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ അബൂ യാക്കൂബും കയറി പോകുകയാണ്. എത്ര ദിവസമായി ഇബാദത്ത് ചെയ്തെന്നറിയോ? ഒരാഴ്ചയില്ല, ആഴ്ചകൾ മാസങ്ങളാകുകയാണ്. മാസങ്ങൾ വർഷങ്ങൾ പിന്നിടുകയാണ്. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 വർഷം എത്തിയപ്പോ അബൂ യാക്കൂബിന് 33ാമത്തെ വയസ്സാണ് റളിയല്ലാഹു അൻഹു. നോക്കണേ, അബൂ യാക്കൂബ്
യാക്കൂബ് തങ്ങൾക്ക് 33-ാമത്തെ വയസ്സാണ്. അങ്ങനെ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാറപ്പുറത്തിരുന്ന് കാറ്റുകൊള്ളുന്ന പരിപാടി അത് ഹബീബാ നബി തങ്ങൾക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മദീനയിലൂടെ അസ്റിന് ശേഷം ഇങ്ങനെ നടക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഇരുന്ന ഒരു സ്ഥലം ഇന്നും മദീനയിൽ ഒരു പഴയ പള്ളി കാണാം. അവിടെ റസൂലുള്ള വൈകുന്നേര സമയത്തിൽ കാറ്റുകൊള്ളാൻ ഇരുന്ന സ്ഥലമാണ്. മനസ്സിലായില്ലേ? എന്നാൽ കാറ്റുകൊള്ളാൻ വേണ്ടി അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു പാറപ്പുറത്തിൽ ഇരുന്നു കൊണ്ട് ഇറാഖിന്റെ മരുഭൂമിയിലേക്ക് നോക്കി നിൽക്കുമ്പോ മരുഭൂമിയിലൂടെ ഒരു സംഘം ആളുകൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. ആ സംഘത്തിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ മുമ്പിൽ നടന്നു പോകുന്ന ആളാരാണെന്നറിയോ? മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ എന്നറിയോ? ആ കാലഘട്ടത്തിന്റെ ഖുത്ബാണ്. കാലഘട്ടത്തിന്റെ ഖുത്ബായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു. വലിയ പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു അഹ്മദ് ഹുമൈദ് തങ്ങളുടെ ശിഷ്യനാണ്. വല്യാപ്പാന്റെ ശിഷ്യനാണ് അഹ്മദ് ഹുമൈദ് തങ്ങൾ, അല്ല അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ. അത് ആ കാലഘട്ടത്തിന്റെ ഖുത്ബാണ്. അപ്പൊ അബൂ യാക്കൂബ് തങ്ങൾ ചിന്തിക്കുക, എന്റെ വല്യാപ്പാന്റെ ശിഷ്യനാണല്ല പോണത്, അവരോടൊന്ന് ദുആ ചെയ്യിപ്പിക്കുക, ഞാനൊന്ന് പോയിട്ട് സലാം പറയട്ടെ. അങ്ങനെ 33 വയസ്സുകാരനായ ആയിരക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ 7ാമത്തെ വയസ്സിൽ 58 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ, ആയിരക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ, 23 കൊല്ലം കിതാബോദിയ വലിയ പണ്ഡിതന് 3 വർഷം ഒറ്റക്കിരുന്ന് ആരാധന നടത്തി അബൂ യാക്കൂബ് തങ്ങൾ മലയുടെ മുകളിൽ നിന്ന് ഓടിയിറങ്ങുമ്പോ തനി ഭ്രാന്തന്റെ കോലത്തിലാണ്. താടികളെല്ലാം ചടകുത്തിയിട്ടുണ്ട്, തലമുടികളെല്ലാം ചടകുത്തിയിട്ടുണ്ട്, ചർമ്മങ്ങളെല്ലാം മെല്ലിനോടൊട്ടിപ്പോയിട്ടുണ്ട്. ആരാധന ചെയ്തുകൊണ്ട് മുഴുവൻ സമയവും അല്ലാഹ് 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 എല്ലാ ടൈമിലും ആ ഒരു ചിന്ത മാത്രമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങളുടെ അരികിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നങ്ങ് പറഞ്ഞപ്പോ മുസാഫിർ തങ്ങൾ ബാക്കോട്ട് തിരിഞ്ഞു നോക്കി എന്നല്ലാതെ ആ സലാം മടക്കിയിട്ടില്ല. വീണ്ടും പറഞ്ഞു അസ്സലാമു അലൈക്കും. അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ സലാം മടക്കുന്നില്ല. 3ാമതും സലാം പറഞ്ഞപ്പോ മടക്കാത്തത് കണ്ടപ്പോ അബൂ യാക്കൂബ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങളെ, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ അല്ലാഹുവിന്റെ ദീനിൽ ഒരു ഹറാമായ കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിട്ടില്ലല്ലോ. ഞാൻ കള്ളു കുടിച്ചിട്ടില്ലല്ലോ, വ്യഭിചരിച്ചിട്ടില്ലല്ലോ, ഷീട്ട് കളിച്ചിട്ടില്ലല്ലോ. എന്ത് തമ്മാടിത്തരമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത്? എന്റെ സലാമിനെ നിങ്ങൾ മടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അല്ല അബൂ യാക്കൂബ് തങ്ങളെ, നിങ്ങൾ എവിടെയാണ് റിയാദക്കിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇറാഖിന്റെ മണ്ണിലാണല്ലോ. ഈ നാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഇവിടെ ഒരുപാട് കൂലിപ്പണി എടുത്തുകൊണ്ട് ജീവിക്കുന്ന തനി നാടന്മാരുള്ള പ്രദേശമാണ്. തനി നാടന്മാരായ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരോട് ഒരു നല്ല ഉപദേശങ്ങൾ നടത്തിക്കൊടുക്കാതെ 23 കൊല്ലങ്ങളോളം ആയിരക്കണക്കിന് ഹദീസുകളെ അല്ലാഹു നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ഇട്ടു തന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ആരാധന ചെയ്യാനാണോ? അത് അല്ലാഹു തൃപ്തിപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ആ വിശുദ്ധമായ ദീനിനെ ജനങ്ങളോട് വാഴ്ന്നു പറഞ്ഞു കൊടുക്കണ്ടയോ? ആ കാര്യം അല്ലാഹു ഇഷ്ടപ്പെടുകയില്ലയോ എന്ന് ചോദിച്ചപ്പോ അപ്പയാണ് ചിന്തിക്കുന്നത്, ദീനീ പ്രബോധനം ചെയ്യാൻ ഞാൻ മറന്നുപോയതിന്റെ ഗൗരവം. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ജബലുൻ നബാത്തിന്റെ അരികിൽ നിന്ന് നടക്കുകയാണ്. ഇറാഖിന്റെ മണ്ണിൽ ജനതാമസമുള്ള സ്ഥലത്തിലോട്ട് നടന്നു പോകുകയാണ്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലോട്ട് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. 10 ദിവസം നടന്നുപോയ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു 10 ദിവസം നടന്നുപോയി. അങ്ങനെ ഇറാഖിന്റെ മണ്ണിലെത്തി ജനതാമസമുള്ള ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് പറയാൻ, അല്ല മനുഷ്യന്മാരെ, ഞാൻ അബൂ യാക്കൂബാണ്. എന്തിനാ വന്നത്? നിങ്ങൾക്ക് വയല് പറയാനാണ്.
സുബ്ഹാനല്ലാഹ്, ഇറാഖിന്റെ മനുഷ്യന്മാർ ഇതങ്ങ് കേട്ടപ്പോ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുമക്കൾ പോലും വഅദ് കേൾക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. അന്ന് വഅദ് പറയാൻ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ഉയരമുള്ള സ്ഥലത്തിൽ കയറി നിൽക്കുകയാണ്. 33 വയസ്സുകാരനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന വഅദ് തുടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നാട്ടിൽ ജീവിക്കുന്ന തനിനാടനായ കൃഷിക്കാരനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അബൂ യാക്കൂബേ, ഇവിടെ വഅദിന്റെ ആവശ്യം ഇല്ല. ആരെങ്ങളോട് വഅദ് പറയാൻ പറഞ്ഞു? ഇവിടെ വഅദിന്റെ ആവശ്യമില്ല. നരകത്തിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, ഖബറിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. ഇവിടെ വഅദിന്റെ ആവശ്യമേ ഇല്ല. ഞങ്ങൾക്ക് വേണ്ടത് 16 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. 16 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനുത്തരം തന്നാ മതി. ഞാൻ ആ 16 ചോദ്യം ഇവിടെ ചോദിക്കുന്നില്ല. ആകെ 2 കാര്യം ആ കൃഷിക്കാരൻ ചോദിച്ച 2 എണ്ണം ഞാൻ ഇവിടെ അതിൽ ഒന്ന്, ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോ ഭക്തി വേണം, അതിനെന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഒരു ചോദ്യം, ഞങ്ങൾ കൃഷിക്കാരാണ്, ഞങ്ങളുടെ ഈ നാട് വലിയ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. ആ പ്രയാസങ്ങളും വിഷമങ്ങളും തീരാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് അതാണ്. ഞങ്ങളുടെ പ്രശ്നം, കാരണം അതാണ് ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, കൃഷിക്ക് ഇപ്പൊ വിലല്ലോ, കൃഷി നശിക്കുകയാണല്ലോ, ആകെ വേജാറ് വരികയാണ്. അതിൽ ഞങ്ങൾക്കൊരു റാഹത്തുണ്ടാവണം, ഞങ്ങളുടെ നാട് സന്തോഷത്തിലാവണം. അയാൾ ഇങ്ങനെ 3 കാര്യമാണ് അയാൾ ചോദിച്ചത്. ഞാൻ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്, എന്റെ പ്രയാസങ്ങൾ മാറാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, മഹാനവറുകൾ പറയുകയാണ്, ഉണ്ട്, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം. ഈ കാര്യം ഞാൻ എന്റെ സ്വന്തം വകയായി നിനക്ക് പറഞ്ഞു തരുകയില്ല. ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഒരു അഅറാബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞാൻ 3 പെണ്ണുങ്ങളുണ്ട് യാ റസൂലല്ലാഹ്, എനിക്ക് അതിൽ ഒരുപാട് മക്കളുണ്ട് നബിയേ, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് യാ റസൂലല്ലാഹ്. ഹബീബാ നബി തങ്ങളുടെ അരികിലേക്ക് ഒരു അഅറാബി വന്നിട്ട് പറയാണ്, നബിയെ, എനിക്ക് 3 പെണ്ണുങ്ങളുണ്ട്, അതിൽ കുറെ മക്കളുണ്ട്, ഞാനാണെങ്കിൽ ആകെ കുടുങ്ങിയിട്ടുണ്ട് യാ റസൂലല്ലാഹ്, രോഗങ്ങളും പ്രയാസങ്ങളും, എന്റെ കൃഷിയിലാണെങ്കിൽ ഒരു റാഹത്തുമില്ല. കാരണം അൻസ്വാരി ഇയാൾ അഅറാബിയായി മനുഷ്യൻ മദീനക്കാരനാണ്. ഈ മദീനക്കാരായ ആളുകളുടെ ഡ്യൂട്ടിയായിരുന്നു കൃഷി ചെയ്യാന്നുള്ളത്. മക്കക്കാര് മുഹാജിരീങ്ങൾ, അവർ മദീനത്തേക്ക് ഹിജ്റ വന്നവർ, അവർ കച്ചവടക്കാരായിരുന്നു, ഇവർ നല്ല കൃഷിക്കാരാണ്. ഈ അഅറാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലിംനി കലാമൻ നഖൂൽ, എന്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. ഹബീബാ നബി തങ്ങൾ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ആ ദിക്ർ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊരു ഇപ്പത്തെ കാലത്ത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത് കണ്ടത്, ഇത് ഈ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ ദിക്ർ ചൊല്ലൽ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളായി ഈ ദിക്ർ ഞാൻ കണ്ടിട്ട്. ശ്രദ്ധിക്കണേ, 6 മാസത്തോളായി ഞാൻ ഈ ദിക്ർ കണ്ടിട്ട്. അന്ന് കണ്ടോടം മുതൽ ഇന്ന് വരെ ഞാനത് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്കൊരു ഒരുപാട് ഫളലുകളും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ആ ദിക്ർ ചെല്ലുന്ന ആളാണെന്ന് നിങ്ങളെ ഞാൻ അറിയിച്ചതല്ല, നിങ്ങൾക്കൊരു ഒരു ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായിട്ടില്ലേ? ഞാനത് കണ്ടോടെ മുതൽ ഇന്ന് വരെ എനിക്ക് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാനൊരു വലിയ പ്രഭാഷകനെ അല്ല, ഇവരിങ്ങനെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ചോദിച്ചാൽ ഒരു പ്രഭാഷകനുമല്ല. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ രീതിയിലൊക്കെ പ്രസംഗിക്കും. ഇങ്ങനെ സദസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ബേജാറാവും, ഇതൊക്കെ കൂടി പഠിച്ചോൻ എന്താ റബ്ബേ എന്ന്. ഞാൻ ഇങ്ങനത്തെ സദസ്സിലൊന്നും പ്രസംഗിക്കാറില്ല. അപ്പോ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും എന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇന്ന് വരെ 1 രൂപയും കടമില്ല.
ഞാൻ ഇത് ചെല്ലുന്നതിന്റെ മുമ്പ് ഞാൻ കടക്കാരനായിരുന്നു ചില വിഷയങ്ങളിൽ. അൽഹംദുലില്ലാഹ് ഇന്നൊരു രൂപ പോലും എനിക്ക് കടല്ല. എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം താഴെ ഭാഗം ചോർന്നൊലിച്ചിട്ട് ഒരു പഴകിയ വീട് ഞാൻ എടുത്തതായിരുന്നു. ഒരു പഴകിയ വീട്. ആ പഴകിയ വീട് ഞാൻ എടുക്കുമ്പോൾ തന്നെ 20 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു. അങ്ങനെ ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ പറഞ്ഞു മുകളിലേക്ക് സീറ്റ് ഇടണം. അങ്ങനെ സീറ്റ് ഇടാൻ വേണ്ടി ഞാൻ ഒരാളെടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഉസ്താദിൻ്റെ വീടാണോ ചോദിച്ചു. ആ വീടാണ്. ഉസ്താദ് സീറ്റ് ഇടണ്ടേ വാർത്തയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വാർക്കാൻ വേണ്ടി ഒരുങ്ങി. അൽഹംദുലില്ലാഹ് ഇന്നതിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞ് വളരെ റാഹത്താണ്. എന്നാൽ ഒരു രൂപ പോലും, ഒരു നയാ പൈസ പോലും കടമില്ല. പണിക്കാർക്ക് കൊടുക്കാൻ പോലും ഇല്ല. ഒരു ഉറുപ്പ്യ പോലും കടമായിട്ട്. എല്ലാവരും ഇതിനെ നല്ലോണം സഹായിക്കണേ. അതിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ദിക്റിന്റെ ഫضലാണ്. അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചപ്പോ എനിക്ക് നബിയെ എന്റെ പ്രയാസങ്ങൾ മാറാൻ, എന്റെ സങ്കടങ്ങൾ, എന്റെ ദുരിതങ്ങൾ, എന്റെ കഷ്ടപ്പാടുകൾ മാറാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും നോക്കണേ, ഹദീസിൽ വന്ന ദിക്റിന്റെ ഫലം കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെല്ലണം. സഹോദരിമാരെ, ഗൾഫിന്റെ വിഷയം അപാരമായ സങ്കടത്തിലാണ്. ആളുകളൊക്കെ പ്രയാസത്തിലാണ്. നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് തിരിച്ചു വന്ന അവിടെ ഉണ്ടോ പണിയില്ല. ആകെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്. ഇനിയും പ്രയാസങ്ങൾ വർദ്ധിക്കുമെന്നാണ്. ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കറിയില്ലേ, മഹാനാകുന്ന കീശേരി മുഹമ്മദ് മുസ്ലിയാര് അവരുടെ ആണ്ട് നടക്കുന്ന മാസമാണ് ഈ മാസം. സുബ്ഹാനല്ലാഹ്, കീശേരി ഉസ്താദിന്റെ ഒരു ഹാദിമായിരുന്നു. എന്റെ കൂടെ ഇന്ന് ഡ്രൈവറായിട്ട് വന്നയാള്. ഉസ്താദിന്റെ ഒരു ഹാദിം എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ഹാദിമ്യങ്ങളില്ല. എന്നാലും ഉസ്താദിന്റെ അരികിൽ ഇങ്ങനെ അവിടുത്തെ പണി നടക്കുന്ന സമയത്തിലൊക്കെ ഉസ്താദിന്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് എന്റെ കൂടെ ഇന്ന് ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളത്. അയാൾ എന്നോട് 5 കൊല്ലം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയുകയാണ്, ഉസ്താദേ, ഞങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോ ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് മയമൂലിയാരെ ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത് ഈ മലയുടെ മുകളിൽ? കീശേരി ഉസ്താദിന്റെ മലന്റെ മുകളിൽ പോയാലൊന്ന് കൈവന്തിച്ചേ. മലന്റെ മുകളില് 2 പറ്റില്ല, പോകണം, പോയിട്ട് അതൊക്കെ ഒന്ന് കാണണം. സുബ്ഹാനല്ലാഹ്, അതൊക്കെ കണ്ടാ നമ്മളൊന്നും അല്ലാതെയായി പോകും. ഇത്രയും വിശാലമായ ബിൽഡിങ്ങുകൾ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ അന്ന് ഉസ്താദ് പറഞ്ഞ വാക്കാണ്. ജീവിതകാലത്ത് ജീവിച്ചിരിക്കുമ്പോ എന്തിനാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിൽ കൊടും ദാരിദ്ര്യം വരാൻ പോകുകയാണ്. ദാരിദ്ര്യം കൊണ്ട് മനുഷ്യന്മാര് വലയും. ആ സമയത്തിൽ ഒരു പിഞ്ഞാണം കഞ്ഞിക്ക് വേണ്ടി ആളുകൾ മലയിലേക്ക് കയറി വരേണ്ടി വരും. അവരെല്ലാവരും കൂടെ വന്നാൽ നിൽക്കാൻ സ്ഥലമുണ്ടാവില്ല. ഇതിന് ഇതേപോലെ തന്നെ ഒരു 3-4 കൂടെ ഉണ്ടാക്കണം ഇനിയും എന്ന് മഹാനാകുന്ന കീശേരി ഉസ്താദ് 5 കൊല്ലം മുമ്പാ പറയണത്. ആ 5 കൊല്ലം മുമ്പുള്ള അവസ്ഥ എന്തേനിന്നറിയോ? എല്ലാരും വെള്ളിയിട്ട് റോട്ടുമേൽ ഇറങ്ങിയ ഒരു കാലം ഉണ്ടായിനി. എല്ലാരും വെള്ളിയിട്ടിട്ട്, ഉസ്താദേ അസ്സലാമു അലൈക്കും, എന്തൊക്കെ വർത്താനം, ഒരു 10 സെന്റ് സ്ഥലം വിൽക്കാൻ നിങ്ങൾക്ക് വേണോ? എല്ലാരും ബ്രോക്കർമാര്. അങ്ങനത്തെ ഒരു കാലത്താണ് എന്നോട് ഇത് പറയുന്നത്. അപ്പൊ ഞാൻ കരുതി ഇത് ഉസ്താദിന്റെ മേലുണ്ടാക്കിയ ഒരു കളവായിരിക്കാം. കാരണം ഞാനപ്പൊ ഇങ്ങനെ ആലോചിക്കണത്, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണല്ലോ. ഒരാളൊരു 100 രൂപ ഒരാളൊരു സക്കാത്തുമായിട്ട് വന്നിട്ട് ഇത് അതിന്റെ സക്കാത്താണെന്ന് പറയുമ്പോ എനിക്ക് വേണ്ടത് വേറെ ആർക്കെ കൊണ്ടു കൊടുത്താളാ, ഇന്റെ അടുത്ത് തന്നെ കുറെ മുതലുണ്ട്, അത് എനിക്ക് വേണോന്ന് ചോദിക്കണ ഒരു കാലുണ്ട്. ആ കാലം കഴിഞ്ഞുണ്ണിയോ? ആ കാലം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് കൊടും ദാരിദ്ര്യമാണ്. മനസ്സിലായില്ലേ? വലിയ ദാരിദ്ര്യത്തിന്റെ ഇടയിലേക്കാണ് പോകാനിരിക്കുന്നത്. എങ്കിൽ കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് പറഞ്ഞു കൊടുത്തത്, മഹാനാകുന്ന അബൂ യാഖൂബ് റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ആ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ആ കൃഷിക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസിലൂടെ ഇങ്ങനെ ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ദിക്റാണ് അവിടെ ഉദ്ധരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി. അങ്ങനെ
അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഹദീസ് ശ്രദ്ധിക്കണേ. ഹദീസിൽ വന്ന ദിക്ർ അങ്ങനെ തന്നെ ചൊല്ലുമ്പോ ഫലം ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഇങ്ങനെ ഒരു കേട്ട കേൾവിയിൽ ബുക്രത്തും വാസിയിലേക്കൊന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെല്ലി അതിനൊരു ഫലം ഉണ്ടാവില്ല. കാരണം ഹബീബാ നബി തങ്ങൾ അങ്ങനെ ഒരു വേറെ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന ലാ ഹൗല വലാ ഖുവത. അങ്ങനെ ഒരു ഹദീസ് വേറെ ഉണ്ട്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഒരു അത്യാവശ്യം അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇയാളുടെ ചോദ്യം മർമ്മപ്രധാനമായ ചോദ്യം ഇതാണ്. അല്ല അബൂ യാഖൂബേ, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ നിയ്യത്ത് വെക്കുന്ന സമയത്തിൽ ഞങ്ങൾ നിസ്കാരത്തിലാണെന്നുള്ള ബോധം ഉണ്ടാവാറുണ്ട്. ബോധം ഉണ്ടാവാറുണ്ട്. നിയ്യത്ത് വെക്കുമ്പോ സല്ലി ഫർളൽ ളുഹരി എന്ന് പറയുമ്പോ ഞങ്ങൾ നിസ്കാരത്തിനാണെന്നുള്ള ബോധം ഉണ്ടാവാറുണ്ട്, മനസാന്നിധ്യം വരാറുണ്ട്. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ഫാത്തിഹ ഓതി, ഫാത്തിഹ കഴിഞ്ഞ് റുകൂഉം കഴിഞ്ഞ് ഇഅ്തിദാലും കഴിഞ്ഞ് സുജൂദും കഴിഞ്ഞ് ഇടയിലുള്ള ഇരുത്തവും കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലോട്ട് ഞങ്ങൾ അങ്ങ് എഴുന്നേൽക്കുമ്പോ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരത്തിലാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുകയാണ് അബൂ യാഖൂബ്. നിസ്കാരത്തിലാണെന്നുള്ള ബോധം നഷ്ടപ്പെടുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്, ഇറാഖിലുള്ള അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: നിയ്യത്ത് വെക്കുമ്പോ മനസാന്നിധ്യം ഉണ്ടാവാറുണ്ട്. പടച്ചോനെ, ഇപ്പത്തെ അവസ്ഥയിലെ നിയ്യത്തിൽ പോലും മനസാന്നിധ്യമില്ലാത്ത എത്ര മനുഷ്യന്മാർ. ചുമരിന്റെ മുകളിലുണ്ടാവും മൊബൈൽ ഫോൺ സൈലന്റ് ചെയ്യാ. ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റക്അത്തിൻ മുതവജ്ജിഹൻ ഖിബ്ലത്തി. കുറച്ച് ഇങ്ങോട്ട് നിക്കടാ. അദാ ലില്ലാഹി തആല. എത്ര പേർ മൊബൈൽ ഫോൺ സൈലന്റ് ചെയ്തുകൊണ്ട് നിയ്യത്ത് വെക്കുന്നവർ. നിസ്കാരത്തിൽ 14 ഫർളുകളുണ്ട്. ആ 14 ഫർളുകൾ 3 കോലത്തിലാണ്. 14 ഫർളുകൾ 3 കോലത്തിലാണ്. ഒന്ന് ഖൗലിയാണ്. ഖൗലി എന്ന് പറയുന്നത് സംസാരിക്കേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. ഖൗലിയായ ഫർളുകൾ ഉണ്ട്. 14 ഫർളുകളുടെ കൂട്ടത്തിൽ ഖൗലി ഉണ്ട്. ഖൗലി എന്ന് പറഞ്ഞാൽ സംസാരിക്കണം, ചൊല്ലണം. അതിൽ നിന്ന് ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം ഖൗലിയാണ്, പറയണം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അക്ബർ. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. കൈ പൊക്കലും കെട്ടലും ഒക്കെ സുന്നത്താണ്. അല്ലാതെ കൈ പൊക്കലും കെട്ടലും അല്ല തക്ബീറത്തുൽ ഇഹ്റാം, പറയലാണ്. അല്ലാഹു അക്ബർ. ഇനി ഒരാള് ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റക്അത്ത് എന്നൊക്കെ പറഞ്ഞ് നിയ്യത്ത് വെച്ചിട്ട് ളുഹർ എന്ന ഫർള് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, അവന്റെ നിസ്കാരം സഹിയാണ്. ഇനി ചില ആൾക്കാർ സുബഹി നിസ്കാരത്തിന് വരുമ്പോൾ വല്ലാത്ത തണുപ്പുണ്ട്. അപ്പൊ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പത്തും കൂടി വന്നിട്ട് സുബഹി നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് അല്ലാഹു അക്ബർ അങ്ങനെ കെട്ടി, നിസ്കാരം സഹിയാണ്. ഓന്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയാൻ അവകാശമല്ല. ആരോടൊക്കെ ഉള്ള ദേഷ്യത്തിന് അല്ലാഹു അക്ബർ കെട്ടി നിസ്കാരം സഹിയാണ്, ഓന്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരാള് അല്ലാഹു അക്ബർ ഇവിടെ കെട്ടി നിസ്കാരം സഹിയാണ്, കാരണം അവന്റെ കൈകെട്ടൽ സുന്നത്ത് ഒഴിവായിട്ടേ ഉള്ളൂ. പല കോലത്തിലായി ഇപ്പൊ കൈകെട്ടു. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചില ഇഖ്ലാസ് കൂടിയ മനുഷ്യന്മാർ. സുബ്ഹാനല്ലാഹ്, എന്തോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടു. എന്തോ ഒന്ന് വാരി വലിച്ച് കെട്ടിയ മേനിയാണ്. അങ്ങനെ അതൊക്കെ നാടകീയമാണ്, അങ്ങനൊന്നുമില്ല. അതൊക്കെ വെറുതെ കാട്ടുന്നതാണ്. അങ്ങനെ ഒരു തക്ബീറത്തുൽ ഇഹ്റാമൊന്നുമില്ല.
തക്ബീറത്തുൽ ഇഹ്റാമിൽ സുന്നത്ത് ഇങ്ങനെയേ ഉള്ളൂ. കയ്യിനെ ഉയർത്തണം. എവിടം വരെ? ചുമലിന്റെ നേരെയാണ് കയ്യിനെ ഉയർത്തേണ്ടത്. തള്ളവിരൽ ചെവിക്കുന്നിയിലേക്ക് എത്തും വിധത്തിൽ കയ്യിന്റെ ഉള്ളം കൈ ഖിബിലക്ക് നേരെ തിരിച്ചു വെച്ച് ഇങ്ങനെയല്ല, ഇങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ റായിനെ മുടിഞ്ഞതിന് ശേഷം ഈ രണ്ട് കൈകളെ നെഞ്ചിന്റെയും പൊക്കുയുടെയും ഇടയിൽ കെട്ടലാണ്. ഇങ്ങനെയാണ് സുന്നത്ത്. മനസ്സിലായില്ലേ? അല്ലാതെ അങ്ങനെയല്ല അല്ലാഹു അക്ബർ. ശരിക്കും സുന്നത്ത് ഇങ്ങനെ എന്താ? അതൊക്കെ ഇനി ഒരാൾ ഇങ്ങനെ അല്ലാഹു അക്ബർ കെട്ടിയത് കൊണ്ട് നിസ്കാരം ബാത്തില എന്ന് പറയാൻ നിൽക്കണ്ട. ശരിക്കും സുന്നത്ത് അങ്ങനെ നിയത്ത് വെച്ചതിന് ശേഷം അല്ലാഹു അക്ബർ റായിനെ പറഞ്ഞതിന് ശേഷം കൈകൾ കെട്ടുക. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നാണ് ഒന്നാമത്തെ ഖൗലിയായ ഫർള്. രണ്ടാമത്തെ ഫർള് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ സഹിയാകണമെങ്കിൽ ഹറഫുകൾ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിക്കണം. ശബ്ദം വരണം. ശബ്ദമില്ലാത്ത ഫാത്തിഹ സഹിയല്ല. ശബ്ദമില്ലാത്ത ഫാത്തിഹ സഹിയല്ല. ചുരുങ്ങിയത് അവന്റെ സ്വന്തം നഫ്സിനെങ്കിലും അവൻ കേൾപ്പിക്കണം. അവന്റെ നഫ്സിന്. അതാണ് ഖൗലിയായ ഫർളിന്റെ ഷർത്ത്. സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം കഴിയെങ്കിൽ. അപ്പൊ നോക്കണേ, ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്കിക്കേതാ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അങ്ങനെ വരണം. പക്ഷേ ഇന്നോ മൈക്കിനോട് അടുപ്പിച്ചു വെച്ച് ഞാൻ പറയാം. ഇത്രയും ബോക്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ നിസ്കാരത്തിന്റെ ഒരു ഇങ്ങനെ ഒരു 5-6 ഹറഫല്ലാതെ എന്ത് ഫാത്തിഹയിൽ? ഫാത്തിഹ സഹിയാണോ? അല്ല. ഫാത്തിഹ സഹിയാകണമെങ്കിൽ മഖ്റജുകളിൽ നിന്ന് ഹറഫുകൾ പുറപ്പെടുവിക്കണം. ആ ഹറഫുകൾ തന്നെ അതിന്റെ യഥാർത്ഥ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിക്കണം. അങ്ങനെ വന്നാലേ ഫാത്തിഹ സഹിയാകുകയുള്ളൂ. ഫാത്തിഹ സഹിയായാലേ അവന്റെ നിസ്കാരം സഹിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹിയല്ല. നിസ്കാരം സഹിയല്ലെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയിൽ ചെല്ലുമ്പോ നമ്മുടെ ഓട്ടുകൾ കാണില്ല, നമ്മുടെ നോമ്പുകൾ കാണില്ല, നമ്മുടെ അദ്കാറുകൾ കാണാൻ സാധിക്കുകയില്ല. നിസ്കാരം സഹിയാവണം കേട്ടോ. മനസ്സിലായില്ലേ? ഫാത്തിഹ മൂന്നാമത്തതാണ് അവസാനത്തെ തഹിയാത്ത്. നാലാമത്തത് അവസാനത്തെ തഹിയാത്തിന് ശേഷം നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അഞ്ചാമത്തത് സലാം. ഇത് 5ഉം ഖൗലിയാണ്. പിന്നെയുള്ളത് ഫിഅലിയായ ഫർളുകൾ. ഫിഅലിയായ ഫർള് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഒന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. സുബ്ഹാനല്ലാഹ്. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ അത് ഫർള് നിസ്കാരത്തിൽ ഫിഅലിയായ ഫർളാണ്. നിൽക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സഹിയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഇശാഖ് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കൂടിയത് നിങ്ങളുടെ ടൗണിലുള്ള കക്കാട് ടൗണിലുള്ള മസ്ജിദിലാണ്. അവിടെ ആരും ഇരുന്ന് നിസ്കരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ഇന്നതല്ല, ഇന്ന് ചില ആളുകളുടെ പൂതി എന്താണെന്നറിയോ? ഒരു ഇന്നോവ കാറും മഹല്ല് കമ്മിറ്റിയിൽ ഒരു അംഗത്തും ഒരു 2 ഹജ്ജും ചെയ്ത ഓൻ പിന്നെ ഒരു കസാരിയായിട്ട് വരിക വഖഫായിട്ട്. എന്നിട്ട് ഇഖാമത്ത് കൊടുക്കണവരെ ടൈം ബോർഡിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. മൊയിലാരെ ഇഖാമത്ത് കൊടുക്കാനായോ? ഇല്ല ആചാര്യ, ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട്. ആ 3 മിനിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഈ കസാരന്റെ ചെവിയും പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് മൂപ്പരാക്ക മുമ്പിലെ സഫിലിരുന്ന് അല്ലാഹു അക്ബർ കെട്ടും. എന്റെ പൊന്നാര ആജിയാരെ, നിങ്ങളുടെ നിസ്കാരം സഹിയല്ല. ഫർള് നിസ്കാരമാണെങ്കിൽ, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ സഹിയാണ്. സുന്നസ്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഫർള് നിസ്കാരത്തിൽ പാടില്ല. മയ്യത്ത് നിസ്കാരത്തിലും നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്.
മയ്യത്ത് നിസ്കാരത്തിൽ 7 ഫർളുകളാണ്. ആ 7 ഫർളുകളുടെ കൂട്ടത്തിൽ ഒന്ന് നിയ്യത്താണ്. രണ്ടാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിൽക്കൽ തന്നെ സുന്നത്തായ നിർത്തണ്ട്. എങ്ങനെയാണ്? 2 കാലുകളെ പറ്റടിപ്പിക്കാൻ പാടില്ല. 2 കാല് പറ്റടിപ്പിക്കാൻ പാടില്ല. 2 കാലുകളെ പറ്റ വിടർത്താനും പാടില്ല. നല്ല കാലിങ്ങനെ വിടർത്തി വെക്കാൻ പാടില്ല. സഫിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കൊണ്ട് നീങ്ങടാ അവിടെ തന്നെ നിൽക്കാൻ. ഈ കാലിന് അങ്ങോട്ട് വെക്കാൻ പാടില്ല. കാലിനെ വെക്കേണ്ടത് ഒരു ചാണിനേക്കാൾ വിടർത്താതെ, ഒരു ചാണിനേക്കാൾ വിടർത്താതെ, 4 വിരലിനേക്കാൾ അടുപ്പിക്കാതെ, ഒരു കാലിനെ മുന്തിച്ചിട്ടും ഒരു കാല് പിന്തിച്ചിട്ടും വെക്കാതെ. അങ്ങനെ വെക്കൽ കറാച്ചാണ്, പാടില്ല. അതായത് നീളമുള്ള സ്വപ്പാണെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്ത് വളഞ്ഞിട്ടുണ്ട്, ചിലപ്പോ ആ വളഞ്ഞ ഭാഗത്തായിരിക്കും നമ്മൾ നിൽക്കുക. പടച്ചോനെ കുറച്ച് ഭാഗം കൂടെ കയറിക്കുന്നുണ്ട്, കുറച്ച് ഭാഗം കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കൂടെ നിൽക്കും, അപ്പൊ ഇത് കൂടെ ഇറങ്ങിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ സഫിലേക്ക് നിൽക്കും, അപ്പൊ ഇത് കൂടെ കയറിയിട്ടാണ്. ഇടങ്ങേറായല്ലോ. അപ്പൊ ഇവന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അവിടെ. ഒരു കാല് ഒന്നിലും വെക്കും, ഒരു കാല് ഇതിലും വെക്കും. അല്ലാഹു അക്ബർ. പറ്റൂല. സമമാക്കി വെക്കണം. സ്വഫുകൾ റെഡിയായിട്ട് നിൽക്കണം. അതാണ് ഇമാമമാര് സ്വഫ് റെഡിയാക്കാൻ വേണ്ടി പറയുന്നത്. സ്വഫ് റെഡിയാവാഞ്ഞാൽ ജമാഅത്തിന്റെ പ്രതിഫലം അവനിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. ഫോട്ടോക്ക് വിശാലമായ വിഷയങ്ങളാണ്, അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തത് റുകൂആണ്, മൂന്നാമത്തത് സുജൂദാണ്. അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമാണ് രണ്ടാമത്തെ സുജൂദാണ്. അവസാനത്തെ തഹയ്യാത്തിന് വേണ്ടി ഇരിക്കലാണ്. ഇങ്ങനെ ഫിഅലിയായ ഫർളുകളും ഉണ്ട്, അതൊക്കെ പ്രവർത്തിക്കേണ്ടതാണ്. അപ്പൊ ഖൗലിയായ ഫർളുകൾ പറയണം, ഫിഅലിയായ ഫർളുകൾ പ്രവർത്തിക്കണം. എന്നാലോ ഖൽബിയായ ഫർള് ഒന്ന് മാത്രമേ ഉള്ളൂ. ഖൽബിയായ ഫർള് ഒന്നേ ഉള്ളൂ. അതേതാ? നിയ്യത്ത്. ആ നിയ്യത്താണ് ഇന്ന് സകല ആളുകളും ഖൗലിയാക്കുന്നത്, പറയണത്. പറയാൻ സുന്നത്തേ ഉള്ളൂ, പറഞ്ഞിട്ടില്ല എങ്കിൽ നിയ്യത്ത് സ്വഹിയാണ്. ഫർള് നിസ്കാരമാണെങ്കിൽ 3 കാര്യത്തിന് കരുതൽ നിർബന്ധമാണ്. 1 ഞാൻ നിസ്കരിക്കുന്നു എന്ന്, 2 ഇന്ന നിസ്കാരമെന്ന്, 3 ഫർള് എന്ന്. ഈ 3 കരുതൽ നിർബന്ധമാണ്. കരുതിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹിയല്ല. മനസ്സുകൊണ്ട് കരുതണം. ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇത് 3 കരുതൽ നിർബന്ധമാണ്. കരുതിയിട്ടില്ലേ അവന്റെ നിസ്കാരം സ്വഹിയല്ല. അതാ ഇന്നിപ്പോ പറയേണ്ടത്. ഉസല്ലി ഫർളൻ ളുഹരി ഒരു നിയത്തുമില്ലാതെ അങ്ങോട്ട് കൈക്കെട്ടും ചെയ്യും. വസ്വാസാണത്. വസ്വാസ് ശൈത്താനാണ്, നല്ല കാര്യമല്ല. ഉസല്ലി 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 എന്ന് പറഞ്ഞിക്കല് അത് ശൈത്താനിയത്താണ്. അള്ളാഹു അങ്ങനെയുള്ള രോഗം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഏതായിരുന്നാലും പോട്ടെ, നിയ്യത്തുകൾ മനസ്സുകൊണ്ട് കരുതണം. ആ ഇറാഖിലുള്ള ജനങ്ങൾ പറഞ്ഞത് നിയ്യത്ത് ഞങ്ങൾക്ക് മനസ്സിൽ വരാറുണ്ട്. ഫർള് നിസ്കാരമാണെങ്കിൽ 3 കാര്യം കരുതണം. ഞാൻ നിസ്കരിക്കുന്നു എന്ന്, ഇന്ന നിസ്കാരമെന്ന്, ഫർള് എന്ന്. ഉസല്ലി ഫർളൽ ളുഹരി, അത് കരുതൽ നിർബന്ധമാണ്. എന്നാൽ കേട്ടോ, ആ നിയ്യത്ത് കഴിഞ്ഞതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ഫാത്തിഹ ഓതുമ്പോൾ ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അല്ലാഹുവിനെ മറന്നു പോകുകയാണ്. അവസാനം റക്അത്തിന്റെ എണ്ണം പോലും മറന്നു പോകുകയാണ്. റക്അത്തിന്റെ എണ്ണം പോലും മറന്നുപോകാൻ. അതിനൊരു പരിഹാരങ്ങൾ പറഞ്ഞുതരണം. സലാം വീട്ടുന്നത് വരെ അല്ലാഹ് എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ് ഒരു വഴി? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, ഒരു വഴിയുണ്ട്. എന്താണത്? എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും മുമ്പ് 2 സൂറത്തും ഒരു ദുആയും നടത്തണം. 2 സൂറത്തും ഒരു ദുആയും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 2 സൂറത്തുകളും ആ ദുആയും നടത്തിയിട്ട് ഒരു മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിലോട്ട് ആത്മാർത്ഥത വരുന്നില്ല എങ്കിൽ പറ. ഇവിടത്തെ ഇമാമായ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ ഉസ്താദായ അബ്ദുൽ ഗഫൂർ ബാഖവി ഉസ്താദിനോട് പറ, ഇന്നലെ വന്ന വായക്കാട് വലിയുദ്ദീൻ ഫൈദിയുടെ ക്ലാസ്സിന് ഞങ്ങൾ പഠിച്ച 2 സൂറത്തുകളും ആ ദുആയും ഞങ്ങൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പായി നടത്തിയിട്ട് ഒരു ഫലം ലഭിച്ചിട്ടില്ല.
ഞങ്ങൾക്ക് ആത്മാർത്ഥത കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഓപ്പറേറ്ററെ ഇന്നത്തെ വാടക ഇവരോട് വാങ്ങരുത്, ഞാൻ തരും. അപ്പൊ ഉസ്താദെ ആ 2 സൂറത്ത് വലിയ സൂറത്തേക്കും അൽബക്രി ആലിമ്രാനും നിസ്കാരത്തിന്റെ മുമ്പ് അൽബക്രി ആലിമ്രാനും ഓതിയോളേണ്ടി ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ആത്മാർത്ഥത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഓതാൻ കഴിയോ? ഇല്ല. അല്ല, 2 കുഞ്ഞു സൂറത്ത്. എന്നാ പിന്നെ ദുആ വലിയ ദുആ ആയിരിക്കും. അല്ലേ അല്ല, ഞാൻ തായത്ത് എഴുതിയ ഒരു വരി ഉണ്ടല്ലോ, ഈ ഒരു വരി ദുആ, കുഞ്ഞു ദുആ. ആ ഒരു ദുആയും ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ മുമ്പ് അങ്ങ് നടത്തിയ അവൻ സലാം വീട്ടുന്നത് വരെ അല്ലാഹ് 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 എന്നുള്ള ചിന്തയിലായിട്ട് എനിക്ക് നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയട്ടെ ഞങ്ങോട്ട് നിങ്ങളോട് സമ്മതം ചോദിക്കണം, കാരണം 10 മണി കഴിഞ്ഞു. പറയട്ടെ, ആ ഒരു ടൈം വാച്ചിലേക്ക് നോക്കരുത്, വാച്ചിലേക്ക് നോക്കിയാൽ പ്രയാസപ്പെടും. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ആ 2 സൂറത്തും ഒരു ദുആയും. പക്ഷേ അബൂ യാക്കൂബ് തങ്ങൾ പറയാണ്, അത് ഫലിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് പാലിക്കണം. അത് ഞാൻ പറയാൻ, ആ ഡിമാൻഡ് പാലിക്കണം. എന്താണ് ആ ഡിമാൻഡ്? എല്ലാ അറബി മാസത്തിലും 23 ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കുക. മൂല്യാരെ അടുത്താര ദ്വാരക്കാനുള്ള മൂപ്പരാണ്ട് വിളിച്ചാളി, ഞങ്ങളോട് കഴിയൂല. പൊന്നാരന്റെ എണ്ണിയോ 23 ദിവസം നോമ്പ് നോൽക്കൽ ഇതിന്റെ ഡിമാൻഡ് അല്ല. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണമെന്നാണോ? അല്ല. എല്ലാ ദിവസവും ദുആ നിസ്കാരം പതിവാക്കണമെന്നാണോ? അല്ല. എല്ലാ ദിവസവും ഒരു ഖത്തം തീർക്കണമെന്നാണോ? അല്ല. ഈ 2 സൂറത്തുകളും ഈ ദുആയും ഫലം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ്, വുളൂ. സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടൊരു വുളൂ എടുക്കുക. സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടൊരു വുളൂ, അതാണ് ഇതിന്റെ ഡിമാൻഡ്. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ടൊരു വുളൂ എടുക്കണം. അത് വുളൂ ഉണ്ടെങ്കിലും ശരി, മഗ്രിബിനെടുത്ത വുളൂ ഉണ്ടെങ്കിലും ശരി, ഇശാഇന് വേറൊരു വുളൂ ചെയ്യണം. തജ്ദീദുൽ വുളൂ, വുളൂഇനെ പുതുക്കണം കേട്ടോ. ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് ഞാൻ തരാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് തരാം ഇൻഷാല്ലാ. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു അബദ്ധം വന്നിട്ടുണ്ട്. അതായത് എന്താ അറിയില്ല, ചിലപ്പോ തിരക്കിലെടുത്തത് കൊണ്ടാവാം കുറച്ച് ഭാഗം ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അതെന്ത് ചെയ്തുതരാം, ഞാൻ എഴുതാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം ഇൻഷാല്ലാ. അല്ലെങ്കിൽ ഇവിടുത്തെ നാളെ നിങ്ങൾ ഈ ലിസ്റ്റുമായിട്ട് വന്നാൽ ഗഫൂർ ഉസ്താദോ സംഘടകരാരെ എഴുതി തരുകയും ചെയ്യും ആ ഭാഗം, വിട്ടുപോയ ഭാഗം. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. തജ്ദീദുൽ വുളൂ, വുളൂഇനെ പുതുക്കണം. ളുഹറിനടുത്ത വുളൂ ഉണ്ടെങ്കിലും ശരി, അസ്റിന് വുളൂ എടുക്കണം, സുന്നത്താണ്. പഴയ കാലത്ത് അത് നിർബന്ധമായിരുന്നു. ളുഹറിനടുത്ത വുളൂ കൊണ്ട് അസ്ർ നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. മഗ്രിബിനടുത്ത വുളൂ കൊണ്ട് ഇശാ നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. ആ നിയമം എടുത്തു കളഞ്ഞത് മദീനയിൽ വെച്ചുകൊണ്ട് ഖന്തക്കിന്റെ കിടങ്ങുണ്ടല്ലോ, ആ കിടങ്ങ് കീറുന്ന സമയത്തിലാണ് ആ നിയമം എടുത്തു കളഞ്ഞത്. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നിങ്ങൾ ഇതുവരെ വുളൂഇനെ എടുത്താൽ ഒരു ഫർദ് നിസ്കരിക്കാനേ പാടുള്ളായിരുന്നു. യാ റസൂലല്ലാഹ്, ഇന്ന് മുതൽ നബിയേ ളുഹറിന് വുളൂ എടുത്തിട്ടുണ്ടെങ്കിൽ അസറിന് മുറിഞ്ഞിട്ടില്ല എങ്കിൽ ആ വുളൂ കൊണ്ട് അസർ നിസ്കരിച്ചോ, കുഴപ്പമില്ല. അസറിന് വുളൂ ഉണ്ടെങ്കിൽ പിന്നെ മഗ്രിബിന് വുളൂ ഉണ്ടെങ്കിൽ ആ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ആ മഗ്രിബ് നിസ്കരിച്ചോ. ളുഹറിന് എടുത്ത വുളൂ കൊണ്ട് വുളൂഇനെ പുതുക്കേണ്ടതില്ല. യാ റസൂലല്ലാഹ്, ആ നിയമം എടുത്തു കളഞ്ഞത് ഖന്തക്കിന്റെ സമയത്തിലാണ്. അതിന്റെ മുമ്പ് വരെ എല്ലാ നിസ്കാരത്തിനും ഒരു വുളൂ എടുക്കൽ ഫർളായിരുന്നു. എന്നാൽ ഫർള് എന്നുള്ളതേ ഉയർത്തിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, വല്ലാത്ത ശക്തിയായ സുന്നത്താണ് വുളൂഇനെ പുതുക്കുക എന്നുള്ളത്. വുളൂഇനെ പുതുക്കണം. മഗ്രിബിനെടുത്ത വുളൂ ഉണ്ടെങ്കിൽ ഒന്ന് പുതുക്കണം. ആ എടുക്കുന്ന വുളൂ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാവണം. ഒന്നാമത്തെ സുന്നത്ത് ഏതെന്നറിയോ? വുളൂ ചെയ്യുന്ന സമയത്തിൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം. ഒന്നാമത്തെ സുന്നത്ത് അതാണ്. അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഖിബലക്ക് നേരെ വുളൂ ചെയ്താൽ അവന്റെ വുളൂഇന് നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് 5 പർവ്വതങ്ങൾ സാക്ഷിയാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ 5 പർവ്വതങ്ങൾ ഖിബലക്ക് നേരെ വുളൂ ചെയ്താൽ 5 പർവ്വതങ്ങൾ സാക്ഷിയാകും. ഏതാണ് 5 പർവ്വതങ്ങൾ? അത് നമ്മുടെ വിശുദ്ധമായ ഖിബലയായ കഅബയെ ആദ്യമായി നിർമ്മിച്ചത് 5 പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ടാണ്. ഖിബലകൾ എത്ര എണ്ണമാണ്? എത്ര ഖിബല ലോകത്തിലുള്ളത്? 2 ഖിബല അല്ല, 2 ഖിബലയല്ല ലോകത്തിലുള്ളത്, 5 ഖിബലകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമത്തെ ഖിബല വിശുദ്ധമായ അർശാണ്. അർശിനെ അല്ലാഹു പണിയുന്നത് പ്രകാശത്തിനാലാണ്. രണ്ടാമത്തെ ഖിബല വിശുദ്ധമായ കുർസിയാണ്. അതിനെ അല്ലാഹു പണിയുന്നത് വെളുത്ത കല്ലുകളെ കൊണ്ടാണ്. മൂന്നാമത്തെ ഖിബല വിശുദ്ധമായ ബൈത്തുൽ മഅ്മൂറാണ്. അതിനെ അല്ലാഹു പണിയുന്നത് ചുവന്ന കല്ലുകളെ കൊണ്ടാണ്. നാലാമത്തെ ഖിബലയാണ് നമ്മുടെ വിശുദ്ധമായ കഅബ. അല്ലാഹുവേ, അതൊന്ന് നേരിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ കഅബയെ അല്ലാഹു നിർമ്മിക്കുന്നത് 5 പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ടാണ്. ഏതൊക്കെയാണ് 5 പർവ്വതങ്ങൾ എന്നറിയോ? ഒന്ന് വിശുദ്ധമായ ജബൽ ഹിറാ, അതായത് ജബൽ നൂർ പർവ്വതമാണ്. രണ്ടാമത്തത് ജബൽ അബീ ഖുവൈസ് ആണ്. മൂന്നാമത്തത് ജൂദി പർവ്വതമാണ്. നാലാമത്തത് തൂരി സീന പർവ്വതമാണ്. അഞ്ചാമത്തത് ലുബ്നാൻ പട്ടണത്തിലുള്ള ജബൽ ലുബ്നാ എന്നറിയപ്പെടുന്ന പർവ്വതമാണ്. ഈ പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ടാണ് മഹാനാകുന്ന സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 60 മുഴം നീളവും 7 മുഴം വീതിയുമുള്ള മനുഷ്യനാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവർ വിശുദ്ധമായ കഅബയെ ആദ്യമായി നിർമ്മിക്കുന്നത്. അതിനുശേഷം 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നത്. എന്നാൽ നമ്മുടെ വിശുദ്ധമായ ഖിബലയായ കഅബ ശരീഫ് ഉണ്ടല്ലോ, ആ കഅബയിലേക്ക് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞുകൊണ്ട് വുളൂ ചെയ്താൽ ഈ 5 പർവ്വതങ്ങൾ ഉണ്ടല്ലോ ഉമ്മമാരെ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ ആ പെണ്ണിനെ ശിക്ഷിക്കാൻ പാടില്ല, അല്ലാഹുവേ ആ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല. അവൻ എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവൻ വുളൂ ചെയ്തത്, അതിന് ഞങ്ങൾ സാക്ഷിയാണ് അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറപ്പിക്കാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വുളൂ ചെയ്യുന്നവരാരെല്ലാം? അതെ, അൽഹംദുലില്ലാ. 1 2 3 4 5 6 ഏതെങ്കിലും കൊല്ലത്തിലൊരു ദിവസമല്ല തസ്ബീഹ് നിസ്കാരത്തിന്റെ മാതിരി എല്ലാ ദിവസവും വുളൂ ചെയ്യുമ്പോൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മുതൽ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വുളൂ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ വുളൂ ചെയ്യും എന്ന് ഉറപ്പുള്ളവരൊക്കെ കൈമുന്തിച്ചേ, അവർക്ക് വേണ്ടി ദ്വാരക്കാനാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ സുന്നത്ത്. രണ്ടാമത്തതോ വുളൂ ചെയ്യുന്നതിന്റെ മുമ്പായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലലാണ്. ബിസ്മില്ലക്ക് ഒരുപാട് ഫضലുകളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഷഹാദത്ത് ചൊല്ലലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ വുളൂ ചെയ്യുന്നതിന്റെ മുമ്പായി 2 ഷഹാദത്തിനെ ചൊല്ലുകയും വുളൂഇന് ശേഷമായി 2 ഷഹാദത്ത് ചൊല്ലുകയും ചെയ്താൽ ആ വുളൂ മുറിയുന്നത് വരെ ഒരു ഹറാം അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തത് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് ചൊല്ലലാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാ എന്ന് പറയാത്ത മനുഷ്യൻ അവൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ പറയാത്ത, ഓ എന്റെ ഉസ്താദേ അതെങ്ങനെയാ? കാരണം ഇന്ന് വരെ അൽഹംദുലില്ലാ പറയാത്ത ആള് പിശാചാണ്. അന്നും ഇന്നും അൽഹംദുലില്ലാ എന്ന പദം ആര് പറഞ്ഞിട്ടില്ല? ഇബ്ലീസ് ലഅനത്തുള്ള പറഞ്ഞിട്ടില്ല അൽഹംദുലില്ലാ. എന്നാൽ എന്റെ സഹോദരിമാർ, ഈ കൂട്ടത്തിൽ പിശാചിന്റെ കൂട്ടുകാരല്ലാത്തവരാരെങ്കിലും ഉണ്ടോ?
അതെന്തൊരു ചോദ്യം ഉസ്താദേ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇന്ന് അധിക പേരുടെയും വുളൂകൾ ബാത്റൂമിൽ വെച്ചുകൊണ്ടാണ്, ടോയ്ലറ്റിൽ വെച്ചുകൊണ്ടാണ്. ടോയ്ലറ്റിൽ വെച്ചല്ലേ സുബ്ഹാനല്ലാഹ്, ടോയ്ലറ്റിൽ വെച്ചുകൊണ്ടുള്ള വുളൂ സ്വഹീഹാണ്, പക്ഷേ ദാരിദ്ര്യമുണ്ടാക്കുമെന്നാണ്. ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് വുളൂ എടുത്ത ദാരിദ്ര്യം ഉണ്ടാക്കും. ഉസ്താദെ ടൈൽസ് ഒട്ടിച്ചാണ്, ഇനി അവിടെ സ്വർണം പതിച്ചാലും ശരി, ടോയ്ലറ്റാണ്. അത് എന്താണ്? ടോയ്ലറ്റാണ്. അവിടെ വെച്ചുകൊണ്ട് വുളൂ ചെയ്ത ദാരിദ്ര്യം ഉണ്ടാക്കും. ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്യുന്നവർ ബിസ്മി ചൊല്ലാൻ പാടില്ല, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ പാടില്ല, ഹറാമാണ്. ഹറാമാണ്. എത്ര പേര് അവിടുന്ന് ഉണ്ടാക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅല ഹറാമാണ്. സഹോദരിമാരെ, നിർബന്ധമായും നമ്മുടെ ഭർത്താക്കന്മാരോട് പറയണം, വുളൂ ചെയ്യാൻ വേറെ സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നിർബന്ധമായിട്ട് പറയണം. പറഞ്ഞ കേൾക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വുളൂ ചെയ്യാൻ സെപ്പറേറ്റ് വീട്ടുകളിൽ സ്ഥലമുള്ള ഒരാൾ, കുറച്ച് ആളുകളുണ്ട് എന്ന് കൈവന്നിച്ചാണ് വുളൂ ചെയ്യാൻ സെപ്പറേറ്റ് സ്ഥലം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ ഇതിൽ നമ്മളെല്ലാരും ഒന്നാണ്. ഇപ്പൊ ഇതുവരെ ഞാൻ ഇറങ്ങി കാറിൽ കയറി പോകുമ്പോ ഞാൻ വയക്കാട്ടുകാരനായി, നിങ്ങൾ കക്കാട്ടുകാരായി. ഇപ്പൊ നമ്മളെല്ലാരും കക്കാട്ടുകാരാണ്. മനസ്സിലായിട്ടില്ല? അള്ളാഹു നമ്മുടെ ഈ കൂടൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അതൊരു കാരണമാക്കി തെരുമാറാകട്ടെ. നോക്കണേ, ഒരു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കണം. ദാരിദ്ര്യം ഉണ്ടാക്കും. അവിടെ വെച്ചുകൊണ്ട് ചെല്ലാൻ പാടില്ല. നാളെ ഒരു ദിവസം എന്റെ കൂടെ വന്ന ഡ്രൈവർ ഒരു മനോഹരമായ വീട്, സുബ്ഹാനല്ലാഹ്, ആ വീട്ടിലുള്ള എല്ലാ റൂമിലും എന്നെ കാണിച്ചു. ഉസ്താദ് ഒന്ന് ഇവിടെ കയറി, ഉസ്താദ് അവിടെ കയറി, ഉസ്താദ് അവിടെ കയറി. ലാസ്റ്റ് ഒരു റൂമിന് അറ്റാച്ച് ബാത്റൂമിൽ എന്നെ കയറ്റി. ഇതാ ഉസ്താദെ, ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയാണ്. സുബ്ഹാനല്ലാഹ്. അതിലങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, അതിനുള്ളിൽ കയറിയിട്ട് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഉസ്താദ് ഒന്ന് കയറി നോക്കിയാൽ. ഞാൻ പറയും, ചിലക്കാണ്ട് ഇങ്ങോട്ട് നിൽക്ക്, അവിടുന്ന് മാഷാല്ലയും തബാറക്കല്ലയും പറയാൻ പറ്റില്ല, അത് ടോയ്ലറ്റാണ്. പറയാം, ഹറാമാണ്, ഹറാം. അൽഹംദുലില്ലാഹ്, അവിടെ നിന്ന് പറയാൻ പാടില്ല. ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ്. വുളൂ സ്വഹീഹാകും. നജസ് തെറിക്കില്ല എങ്കിൽ അവിടുന്ന് വുളൂ എടുത്ത സ്വഹീഹാകും. പക്ഷേ വുളൂ എടുക്കാതിരിക്കലാണ് നല്ലത്. അവിടുന്ന് വുളൂ ചെയ്താൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെയുള്ളത് രണ്ട് മുൻകൈയിനെ കഴുകലാണ്. അതൊക്കെ വിശാലമായ ചർച്ചയാണ്. 10 മണി കഴിഞ്ഞതുകൊണ്ട് സ്പീഡിലങ്ങ് ഓടുകയാണ്. എന്നാൽ മുൻകൈയിനെ 3 വട്ടം കഴുകിയിട്ട് 3 വട്ടം കഴുകുക. പിന്നെയോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞ. ഞാൻ പറഞ്ഞതാ പോലെ എഴുതി കൊണ്ടുവന്നത്. അതായത് സമയം ദീർഘിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ അതുകൊണ്ട് തന്നെ ചുരുക്കി കൊണ്ടുവരികയാണ്. മിസ്വാക്കിനെ ചെയ്യണം. ഉള്ള ടൈം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരേയുള്ള വസ്തുവിനെ കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. കൈയിന്റെ വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ കൂലി ലഭിക്കില്ല, ഒരു സവാബും ഇല്ല. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട് കൊള ചെല്ലുന്ന, കൂലില്ല. കൈ കൊണ്ടല്ല, വിരൽ കൊണ്ടല്ല മിസ്വാക്ക് ചെയ്യേണ്ടത്. മിസ്വാക്ക് ചെയ്യേണ്ടത് ഒരേയുള്ള വസ്തുവിനെ കൊണ്ടാണ്. എന്നാൽ ഒരേയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളലായത് കൊള്ളിക്കഷ്ടമാവലാണ്. കൊള്ളിക്കഷ്ടമാവലാണ് ഏറ്റവും അഫ്ളൽ. കൊള്ളിക്കഷ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളല് പച്ചയായ കൊള്ളിക്കഷ്ടമാണ്. പച്ചയായ കൊള്ളിക്കഷ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളല് സുഗന്ധമുള്ളതാവലാണ്. സുഗന്ധമുള്ള പച്ചയായ കൊള്ളിക്കഷ്ണത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളല് അറാഖിന്റെ കൊള്ളിക്കഷ്ടമാവലാണ്. അറാഖിന്റെ കൊള്ളിക്കഷ്ടം അതിന് തന്നെ നീളുണ്ട്. ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്, ഇവര് നേരത്തെ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുക്കട്ടെ. അപ്പൊ കുറച്ച് ശബ്ദം കുറയുന്നേ ഉള്ളൂ. ഉസ്താദ് കുറച്ചു നേരം കൊണ്ടൊന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഒരു പെണ്ണ് കിട്ടിയ ഞാൻ എന്റെ മിസ്വാക്കിന്റെ കഥ പറഞ്ഞുതരാം. ചില ആൾക്കാരുണ്ട് വലിയ മിസ്വാക്കായിട്ട് നടക്കുന്ന ആൾക്കാർ. നാളെ ഒരു ദിവസം എനിക്ക് ഒരാള് ഒരു മിസ്വാക്ക് കൊണ്ടുവന്നാണ് അറാക്ക്, ഇത്ര പോകുന്നൊരു അറാക്ക്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞത് എന്തിനത് സദ വേഗം തീരാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പറ്റൂല. ഇതിനൊരു അളവും വലിപ്പമൊക്കെ ഉണ്ട്. മിസ്വാക്കിന് അറാക്കിന് ഒരു ചാണിനേക്കാൾ വലിപ്പം കൂടാൻ പാടില്ല. ഒരു ചാണിനേക്കാൾ വലിപ്പം കൂടിയാൽ അവിടെ പിശാച് കയറിയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്ക് പിടിക്കേണ്ടത് ഒരു കോലത്തിലാണ്. വലത്തെ കൈ കൊണ്ടാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്നവൻ മിസ്വാക്ക് ചെയ്യുമ്പോൾ വലത്തെ കൈ കൊണ്ടാണ് പിടിക്കേണ്ടത്. മരിച്ചവന് മിസ്വാക്ക് ചെയ്തെടുക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ടും.
വലത്തെ കൈ കൊണ്ടാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത്. ആ മിസ്വാക്ക് പിടിക്കേണ്ടത് തന്നെ ഇങ്ങനെയാണ്. ചെറുവിരലിന്റെ മുകളിൽ മിസ്വാക്കിനെ വെച്ച് മോതിരവരലും നടുവരലും ചൂണ്ടുവരലും മിസ്വാക്കിന്റെ മുകളിൽ, തള്ളവരൽ മിസ്വാക്കിന്റെ അടിയിൽ, ഇങ്ങനെയാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത്. ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ ഊനുകൾക്ക് അപകടം വരാതിരിക്കാനാണ്. അങ്ങനെ നബിതങ്ങൾ പിടിക്കാൻ പറഞ്ഞെടുത്തത് ഊനുകൾക്ക് അപകടം വരാതിരിക്കാൻ. ചില ആളുകൾ മിസ്വാക്ക് ചെയ്യുന്നത് കണ്ടാ പല്ലോന്റെതല്ലെന്നാ തോന്നിപ്പോവാ, അങ്ങോട്ടിട്ട് കുത്തി കണ്ടു അല്ലേ? ചെയ്യരുത്. ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ മിസ്വാക്കേണ്ടത്. ആദ്യം തേക്കേണ്ടത് വലത്തെ ഭാഗത്തിനെയാണ്. ആ വലത്തെ ഭാഗത്തിലുള്ള മുകളിലെ വരിയാണ് ആദ്യം തേക്കേണ്ടത്. ശേഷം മുകളിലുള്ള താഴെയുള്ള വലത്തെ ഭാഗത്തിലുള്ള വരി, മൂന്നാമത് മുൻഭാഗം ചേർത്തിയിട്ട് ഇടത്തെ ഭാഗത്തിലുള്ള മുകളിലെ വരിയാണ് നാലാമത് തേക്കേണ്ടത്. മുൻഭാഗം ചേർത്തിയിട്ട് ഇടത്തെ ഭാഗത്തിലുള്ള താഴെയുള്ള വരിയാണ്. ഇങ്ങനെ മിസ്വാക്ക് ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിസ്വാക്കിനെ വർദ്ധിപ്പിച്ചാൽ അവനിക്ക് കഫത്തിന്റെ തകരാറുണ്ടാകുകയില്ല, അവനിക്ക് പല്ലിന് പ്രശ്നം ഉണ്ടാകുകയില്ല, അവനിക്ക് സമയം മുമ്പേ അവന് നിരക്കുകയില്ല, വേഗത്തിൽ നരവരില്ല. മിസ്വാക്ക് ചെയ്യുന്ന ആളുകൾ, മിസ്വാക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, എല്ലാ ദിവസത്തിലും സമയത്തിലും മിസ്വാക്ക് ചെയ്യുന്ന മനുഷ്യന്മാര്, അവര് വയസ്സാകുമ്പോ അവരുടെ മുതുക് വളയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സൗദി അറേബ്യയിൽ ഒന്ന് പോയി നോക്കിയാണ്, പറ്റ വയസ്സായ ആൾക്കാരും നേരെ അടക്കുക. നമ്മുടെ നാട്ടിലോ കുറച്ചൊരു 50 തുടങ്ങി വളയാൻ അല്ലേ? അത് താഴ്മയോടുള്ള വളയലല്ല, അതുവരെ എങ്ങനെയൊക്കും. പിന്നെ വളയുന്നത് വാർദ്ധക്യത്തിട്ടാണ്. മിസ്വാക്ക് ചെയ്യണം എല്ലാ സമയത്തിലും, വളച്ചിൽ വരൂല. ഇനി വളഞ്ഞ മനുഷ്യന്മാരെ കാണുമ്പോൾ മുതുകിന് തട്ടിയിട്ട് കാക്കയെ ഒന്ന് മിസ്വാക്ക് ചെയ്ത് ഇവിടെ ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട. നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം വരും. വരാതിരിക്കട്ടെ, പടച്ച റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നോക്കണേ, വളയൂല. പോരാവൻ മരണപ്പെടുന്ന സമയത്തിൽ അല്ലാഹു കലിമ ചൊല്ലി കൊടുക്കാൻ ഒരു മലക്കിനെ പറഞ്ഞു വിടുന്നതാണ്. പോരാ, തീരുന്നില്ല. ആ മിസ്വാക്കിനെ എല്ലാ വുളൂ ചെയ്യുന്ന സമയത്തിലും നടത്തിയാൽ ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ മലക്കുകളുടെ അകമ്പടി ഉണ്ടാകുന്നതാണ്. പോരാ, തീരുന്നില്ല. അവനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മീസാൻ കല്ലുകൾ കുത്തി ജനങ്ങളെല്ലാവരും പിരിഞ്ഞു പോന്നാൽ അവൻ എല്ലാ വുളൂഇന്റെ സമയത്തിലും മിസ്വാക്ക് ചെയ്യുന്നവനാണെങ്കിൽ ആ ഖബറിന്റെ ഒരു മലക്കിനെ അല്ലാഹു നിർത്തുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ എന്തിനു വേണ്ടി? ഇവനിക്ക് വേണ്ടി പാപമോചനം തേടാൻ. സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, എന്റെ ഉമ്മത്തിനെങ്ങാനും ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധിപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു വല്ലാത്ത കാര്യം മിസ്വാക്ക് ചെയ്യാന്നുള്ള. മിസ്വാക്കിനെ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.